ഇന്ത്യൻസ് നമ്മളവിടെ ചൈനയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ചീപ്പ് ക്വാളിറ്റി എന്ന് പറയില്ല. ഒരു ഡോക്ടർ ടേൺഡ് ഓൺടർപ്രണർ നമ്മളെ പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ ശ്രീരാഗ്? ഫസ്റ്റ് ടൈം. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരുപാട് കടങ്ങളും ലോണും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് ഡോക്ടറായതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഓൺടർപ്രണറായി. വാട്ട് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ? 25 ഇയർ ആകുമ്പോൾ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, എനിക്കൊരു കമ്പനി എൻ്റെതായിട്ട് വേണം, ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ള എൻ്റെ കാറും ബൈക്കും എനിക്ക് വേണം എന്നുള്ളത്. ശരിക്കും ഈ ഡോക്ടർ എന്നുള്ളത് നിന്ന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമല്ല ചൈനയിൽ വളരുക, അവിടെ ബിസിനസ്സും വളരുന്ന മണ്ണാണ് ചൈന എന്ന് തിരിച്ചറിഞ്ഞ മൊമെൻ്റ് എപ്പോഴായിരുന്നു ശരിക്കും? എല്ലാ പ്രോഡക്റ്റ്, ഈവൻ ഇപ്പോൾ ഒരു ചെറിയൊരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മെയ്ഡ് ഇൻ ചൈന. കസ്റ്റംസിൽ നമ്മൾ എന്തെങ്കിലും ബിഹൈൻഡ് ദ ട്രാക്ക് ടേബിൾ കൊടുക്കേണ്ട പരിപാടി ഉണ്ടോ? പക്ഷേ MBBS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്നുള്ള കാറ്റഗറി തിരഞ്ഞെടുക്കാൻ എന്താ റീസൺ? അവിടെ പ്രോഫിറ്റബിലിറ്റി കൂടുതലായതുണ്ടോ? 1.5 year 2 years ആയിട്ട് നിങ്ങൾ ഇതിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പോർട്ട് ബിസിനസ്സിൽ ഇപ്പോൾ ചൈനയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പം വലിയ രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സോഴ്സ് ചെയ്യാനൊക്കെ ചൈന ചൂസ് ചെയ്താൽ അവർക്ക് ഇതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ്, അതുപോലെ പോർട്ട് ഓപ്പറേഷൻസ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കും. ചൈന എന്ന് പറയുമ്പോൾ നമ്മളൊരു വേൾഡിൻ്റെ ഫാക്ടറിയാണ് ചൈന. എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. പിന്നെ അവരുടെ ഓവറോൾ അവർ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലും കാര്യങ്ങളും അവർ കുറേ കൂടി ഫാസ്റ്റാണ്, കുറേ കൂടി ഡിസിപ്ലിൻഡ് ആണെന്നൊക്കെ തോന്നി. മുർഷിദിന് എന്താ തോന്നിയത്? നമ്മളെ നാട്ടിലെ ബിസിനസ്സുകാരും ചൈനീസ് ബിസിനസ്സുകാരും തമ്മിൽ എന്താ വ്യത്യാസം? ബിസിനസ്സിനെ കുറിച്ചിട്ട് ആരും നമ്മൾക്കൊന്നും പറഞ്ഞു തരില്ല. അവിടെ നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അവർ പക്ഷേ ഒരു വാക്ക് മുപ്പരാൾ പറഞ്ഞു. ഹൗ ഡു യു സീ യുവർ കമ്പനി വിത്തിൻ ദ നെക്സ്റ്റ് 3-5 years? എങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാനൊക്കെ? ചൈന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ യൂണിവേഴ്സിറ്റിൻ്റെ ഇൻസൈഡ് എന്നുണ്ടെങ്കിൽ ഏതൊരു കൺട്രി പോലെ തന്നെ അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ കഴിയാൻ പോരാന്നുള്ളതുണ്ടാവും. സ്വന്തമായിട്ട് കാശുണ്ടാക്കാൻ നമുക്ക് പാർട്ട് ടൈം ജോബ് ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ചൈനയിൽ പോസിബിൾ അല്ല. അല്ല, നമ്മൾ ഇവിടുന്ന് ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. എവിടെ പോകണമെന്നുണ്ടെങ്കിലും ആ ലോകം ഞങ്ങളിവിടെ ഇല്ല. നേരത്തെ ശ്രീരാഗ് സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരുപാട് യങ് ആയിട്ടുള്ള ക്രൗഡ് വൈസപ്പ് കാണുന്ന ആളുകളുണ്ട്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കെയിലിംഗ് അപ്പ് പൊസിഷനിലേക്ക് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് നമ്മളിവിടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുർഷിദിൻ്റെ എക്സ്പീരിയൻസ് ബെസ്റ്റ് കാറ്റഗറീസ് അറ്റ് പ്രസന്റ് എന്തൊക്കെയായിരിക്കും? ബെറ്റർ ക്വാളിറ്റി നല്ല പ്രൈസിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല നമുക്ക് മനസ്സിലായി. ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിലുണ്ടാവും ചൈനീസ് പ്രൊഡക്ട്സ് ആണ് ചീപ്പാണ്, ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെയാണ്. ഇന്ത്യൻസ് ഏത് കൺട്രിയിൽ നിന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിന് നമ്മൾ ഫാക്ടറി പോകണം, അവർ വയ്ക്കും ഓക്കെ ചീപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം അതാ വരിക. ഇന്ത്യൻസ് അല്ലാന്നുണ്ടെങ്കിൽ ബംഗ്ലാസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വേണ്ടത്, അവർ നല്ലതിലോട്ട് പോകില്ല എന്നുള്ളതാണ്. ഇവിടെ ക്യാനൻ ഫെയറിന് വരും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അവർ ഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്യും, ഡോളറിലാവും, അവിടെ ചൈനീസിൽ ഫണ്ട് എത്തും, ഫണ്ട് അവിടെ ഫ്രീസ് ആവും, അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവർ ബിസിനസ്. ക്രോർസ് അങ്ങനെ പോയവരുണ്ട്, 18 crores വരെ പോയവർ എനിക്കറിയാം. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. യെസ്, തൻ്റെ MBBS പഠനത്തിനായിട്ട് ചൈനയിലേക്ക് പോയിട്ടുള്ള ഒരാൾ. അന്ന് തലയ്ക്ക് മുകളിൽ നിറച്ച് കടമാണ്. പക്ഷേ ചൈനയിലാണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരമില്ല. അങ്ങനെ അവിടെയുള്ള ഒരു ബിസിനസ് അവസരം കണ്ടെത്തി തൻ്റെ 23-ാമത്തെ വയസ്സിൽ ആദ്യ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്ത് ഇന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 4 to 5 CR ക്ലോക്ക് ചെയ്യുന്ന ഒരു കമ്പനിയെ വളർത്തിയെടുത്ത ഒരു അതിഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. യെസ്, മില്യൺ ആർക്കിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മുർഷിദ് ബ്രോ, വെൽക്കം. വെൽക്കം മുർഷിദ്. സോ ഹാപ്പി ടു സീ യു. ഒരു ഡോക്ടർ ടേൺഡ് ഓൺടർപ്രണർ നമ്മളെ പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ ശ്രീരാഗ്? ഫസ്റ്റ് ടൈം. സോ നേരത്തെ ശ്രീരാഗ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരുപാട് കടങ്ങളും ലോണും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് ഡോക്ടറായതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഓൺടർപ്രണറായി. വാട്ട് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ? ഷോർട്ടായിട്ട് പറയുകയാണെന്ന് അവിടെ എല്ലാവരും MBBS ഫോറിനിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ പോലെ തന്നെ അവിടെ ഒരു 2017 +2 കഴിഞ്ഞ പാടെ നമുക്കെന്താ ഒരു ടീനേജ്, ഒരു ചിൽ വൈബ് അങ്ങനെ ആയിരുന്നായിരുന്നു. അപ്പോൾ നമുക്കെന്താ ഫാമിലിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സമയം. ആ ഒരു സമയത്ത് നേരെ എങ്ങനെ MBBS, ഉമ്മൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു MBBS പഠിക്കണം, ആവണം. ഫാമിലി ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഡോക്ടേഴ്സ് ഇല്ല, സ്വാഭാവികമായിട്ടും മോനെ ഡോക്ടർ ആക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മളവിടെ ഓക്കെ MBBS എന്ന് വെച്ചാൽ സംഹൗ ഐ റീച്ച് ചൈന എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഐ സോ ലൈക്ക് MBBS അവിടെ കഴിക്കാം. രണ്ടാമത്തെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്റ്റ്, ഈവൻ ഇപ്പോൾ ഒരു ചെറിയൊരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മെയ്ഡ് ഇൻ ചൈന. അത് പോകുന്ന സമയത്ത് ഇത് മൈൻഡിലുണ്ടായിരുന്നു, നമുക്ക് മൈൻഡിലുണ്ടായിരുന്നു. നമുക്ക് അതിന് കയറിയപ്പോൾ ഓക്കെ ബിസിനസ് എന്നുള്ളത് ആദ്യം മുതലേ എൻ്റെ ഒരു ഉള്ളതാണ്. +2 കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് പാരൻസ് എന്താ MBBS എന്നുള്ളത്. പക്ഷേ എപ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഫോക്കസ് എന്ന് വെച്ചാൽ 25 ഇയർ ആകുമ്പോൾ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, എനിക്കൊരു കമ്പനി എൻ്റെതായിട്ട് വേണം, ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ള എൻ്റെ കാറും ബൈക്കും എനിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്കെന്താ അവിടെ പോയി. പക്ഷേ MBBS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നമുക്ക് കുറേ പഠിക്കാൻ വെച്ചാൽ ലോഡ് പഠിക്കാനുണ്ട്. പിന്നെ അത് ഫോറിൻ കൺട്രിയാണ്, അപ്പോൾ അഡാപ്റ്റ് ചെയ്യണം, ആ ഒരു ക്ലൈമറ്റിനോട് അഡാപ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുകൂടെ തന്നെ നമ്മളവിടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഇയർ ഇങ്ങനെ പോയി. ഫസ്റ്റ് ഇയർ പോകുമ്പോൾ നമുക്ക് എന്താ
നോർമൽ ഫാമിലി എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് അവിടെ കിട്ടിയിട്ടുള്ളത് ഉമ്മനെ കൊണ്ട് പറ്റില്ല. മൈ മോം ഓൾവേസ് വാണ്ട് മീ ടു ഗെറ്റ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഷീ ടുക്ക് എ ലോൺ ലൈക്ക് ഒരു 10 to 15 lakhs ലോൺ എടുത്തു. ഷീ ഡോണ്ട് നോ ഹൗ ടു പേ ബാക്ക് ബട്ട് ഷീ ടുക്ക് എ ലോൺ എന്ന് വെച്ചാൽ ഫോർ മൈ ഫ്യൂച്ചർ, എൻ്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ഇതാക്കണം, ഒരു സ്റ്റേബിൾ ആക്കണം. ഷി വാണ്ട് ടു ഗീവ് മി ദ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു പാത്ത് വേ ഇറ്റ് വാസ് ഗോയിങ് ഓൺ. ലൈക്ക് നമ്മൾ തിങ്ക് ചെയ്തിട്ടല്ല എങ്ങനെ റീപേ ചെയ്യുന്നുള്ളതും തിങ്ക് ചെയ്തിട്ടില്ല. ഗോ ഓൺ ലൈക്ക് ഉപ്പാക്ക് ഒരു സാധാരണ ജോലി, ഉമ്മാക്ക് ഇതേപോലെ തന്നെ ചെറിയൊരു മോണ്ടിസോറി ടീച്ചർ എന്നുള്ള രീതിക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ മോണ്ടിസോറി ടീച്ചറാണ്. മോണ്ടിസോറി ടീച്ചർ, യു നോ ഹൗ മച്ച് ദേ വിൽ മേക്ക്. ഓക്കെ, സോ ഇറ്റ് വാസ് ഗോയിങ് ഓൺ ആൻഡ് ഫസ്റ്റ് ഇയറിലൊക്കെ ഐ വാണ്ട് ടു ഫൈൻഡ് എ വേ. ഈ ബിസിനസ് എന്നുള്ളത് ഓൾവേസ് ഇൻ മൈ ഹെഡ് ഉണ്ട്. 25 എന്നുള്ളത് ഓൾവേസ് ദർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ അവിടെ എത്തിയ പാടനെ നമുക്ക് വേറൊരു ആൾ ഫണ്ട് തരാനില്ല. ഉപ്പാനോട് ചോദിക്കാനില്ല, ഉമ്മാനോട് ചോദിക്കാനില്ല. അപ്പോൾ നമ്മളെന്താ ചെലവിന് വരുന്നതിന് ഒരു സംഖ്യ മാറ്റി വെക്കും എല്ലാ മന്തും. സംഭവം ഐ ലൈക്ക് മാനേജ് ടു ഒരു 1000 rupees ഒന്ന് മാറ്റി വെക്കും. ഒരു 6000 ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അതിൽ 5000 നമ്മൾ ചിലവ് കഴിഞ്ഞിട്ട് 1000 നമ്മൾ മാറ്റി വെക്കും. അത് മാറ്റി വെച്ച് ഒരു 6 month ആയപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രാവൽ ചെയ്തു. ചൈന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ യൂണിവേഴ്സിറ്റിൻ്റെ ഇൻസൈഡ് എന്നുണ്ടെങ്കിൽ ഏതൊരു കൺട്രി പോലെ തന്നെ അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ കഴിയാൻ പോരാന്നുള്ളതുണ്ടാവും. അപ്പോൾ ഞാൻ 6 month ഞാൻ ഫസ്റ്റ് ട്രാവൽ നടത്തി. ലൈക്ക് ഒരു ഐഡിയ ഇല്ല, ലാംഗ്വേജ് അറിയില്ല. അവിടെ മെയിൻ നമുക്ക് ഇഷ്യൂ എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന ഒരു ഇഷ്യൂ, സ്വന്തമായിട്ട് കാശുണ്ടാക്കാൻ നമുക്ക് ഈ പിന്നെ പാർട്ട് ടൈം ജോബ് ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ചൈനയിൽ പോസിബിൾ അല്ല. വേറെ കൺട്രി ഇപ്പോൾ യൂറോപ്യൻ, ഇപ്പോൾ യുവിൽ ഏത് കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏത് കൺട്രി ആണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം അവിടെ പോസിബിലിറ്റി ഉണ്ട്. അല്ല, നമ്മൾ ഇവിടുന്ന് ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പാർട്ട് ടൈം ജോബ് പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് ലോൺ എടുത്തിട്ട് പാർട്ട് ടൈം ചെയ്തിട്ട് ചൈനയിൽ പോസിബിൾ അല്ല. ഫൈനാണ്, നല്ല ഫൈൻ ഉണ്ട്. 5000 6000 RMB ഫൈൻ കിട്ടും. പിന്നെ അതെല്ലാം നമുക്കൊരു ബ്ലാക്ക് മാർക്കും കിട്ടും. ആ ബ്ലാക്ക് മാർക്ക് ത്രൂ ഔട്ട് നമ്മൾ ആ പാസ്പോർട്ടിൽ ഉണ്ടാവും. നമ്മളെ കോഴ്സ് കഴിയുന്നവരെ. ഇപ്പോൾ ലാസ്റ്റ് നമുക്കൊരു നമ്മളെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് തരാനുണ്ട്, നമ്മളെങ്ങനെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റ് ഉണ്ടാവും. ഈ വർഷം ഈ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് ഓൾവേസ് നമ്മൾ പാസ്പോർട്ടിൽ ഉണ്ടാവും, ചൈനയ്ക്ക് വരുന്ന. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകുന്ന ആരും പാർട്ട് ടൈമിന് പോകില്ല. പിന്നെ എന്താക്കി ആ ഒരു 6 month ഞാൻ ഫസ്റ്റ് ട്രാവൽ നടത്തി. നത്തിങ് ലൈക്ക് ജസ്റ്റ് ഒന്ന് പോയി ഒരു ഈവു എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. ഈവു സിറ്റി പോയി അങ്ങനെ ഒരു മലയാളി അവിടുന്ന് പരിചയപ്പെട്ട് ഹി വാസ് ദർ ഫോർ ഓൾമോസ്റ്റ് 20 years. മേജർ കമ്പനിക്കുള്ള സപ്ലൈ കാര്യങ്ങൾ, ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ്. അവർക്ക് സപ്ലൈ ചെയ്യുന്ന അവരുടെ ഒരു മെയിൻ 20 years ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജർ പോസ്റ്റിലേക്കാണല്ലോ. മലയാളം നല്ല ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എല്ലാതും ഓക്കെ, ഫുൾ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കം ടു ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബിസിനസ്സിനെ കുറിച്ചിട്ട് ആരും നമ്മൾക്കൊന്നും പറഞ്ഞു തരില്ല. അവിടെ നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അവർ പക്ഷേ ഒരു വാക്ക് മുപ്പരാൾ പറഞ്ഞു, അനക്കുള്ളത് ഈ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനക്ക് കിട്ടും. വിചാരിച്ച് ഇതേപോലെ ഈ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കോ, ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. അത് ചൈന മുപ്പരാൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ആരും എനിക്കൊന്നും പറഞ്ഞിട്ടില്ല, ആരും എനിക്കൊരു സർവീസും തരില്ല, ഒരു ജോബും തരില്ല. ഇത് ചൈനയാണ്, അനക്ക് എന്താ എന്നുള്ളത് ഈ എന്നെ കണ്ടെത്തും. അത് മേ ബി കുറേ ഫെയിലിയർ എല്ലായിടത്തും കുറേ അവർ മുപ്പരാളെന്ന് വെച്ചാൽ അത്രയും എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. എന്നുവെച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീൻ്റെ മെയിൻ ഹെഡായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് ആൾ. അപ്പോൾ അങ്ങനെ 2 days അവർ എനിക്ക് അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മുപ്പരാളപ്പം കൊണ്ടുപോയി നടന്ന് എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി നടന്ന് ഒന്ന് കാണിച്ചു തന്ന് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ 3rd day അവരിങ്ങനെ പോകും. അങ്ങനെ ഭക്ഷണമൊക്കെ അവർ കഴിഞ്ഞു. നമുക്കതിൽ വേറെ ഒന്നുമില്ലല്ലോ. ആ ഒരു ഭക്ഷണത്തിന് പോലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. വെച്ചാൽ നമ്മളെന്തെങ്കിലും ബർഗർ എന്നാന്ന് പറഞ്ഞ് പോകുന്ന ഒരവസ്ഥ. 1 time a burger, അതാണ് അവിടുത്തെ സിസ്റ്റം. പിന്നെ എക്സ്ട്രീം ഇൻ്റർവ്യൂ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പോകുന്നു. പിന്നെ സെക്കൻഡ് വിസിറ്റൊക്കെ ആയപ്പോൾ പിന്നെ ഈ അക്കാഡമിക് ഭയങ്കര ഇതായി തുടങ്ങി. അക്കാഡമിക് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ കുറേ കാര്യങ്ങൾ ഈ ലാബ് കാര്യങ്ങൾ അതൊക്കെ കൂടെ ആയിട്ട് ആ ഒരു സൈഡിലൂടെയും പോകുന്നുണ്ട്. ഈ ബിസിനസ് എന്നുള്ള കാര്യം ഇപ്പോൾ എന്താ പിന്നെ കുറേ ഇപ്പോൾ അന്നത്തെ സമയത്ത് ഈ 2018-19 ആരും പോഡ്കാസ്റ്റ് ചെയ്യുന്നവരാരും ഇല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇന്ന് റീൽ അങ്ങനെ സിസ്റ്റം. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ട്രെൻഡ് ആവണ സമയം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറെ ഇൻസ്റ്റാഗ്രാം ലൈക്ക് ചൈനയിൽ നിന്ന് ഇത് സോഴ്സ് ചെയ്യണം, ഇവിടെ ഈ സ്ഥലത്ത് അതുണ്ട്, ഈ സ്ഥലത്തുണ്ട്, ഒക്കെ ഇൻഫർമേഷൻസ് ആയി നമുക്ക്. ആ സമയത്ത് അതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാന്നുള്ളത്. അങ്ങനെ ആ രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അറ്റ് പ്രസന്റ് ഐ എം ഡെപ്റ്റ് ഫ്രീ. ഈ ഒരു ലോണൊക്കെ കംപ്ലീറ്റ് അടച്ചു തീർത്തു. 10 to 15 lakh ഓൾമോസ്റ്റ് ലോൺ ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡ്രീം കാറായിട്ടുള്ള കാർ വാങ്ങി, ബൈക്ക് ഓൾസോ. ആൻഡ് ഒരു വീട് റിനോവേഷൻ എന്നുള്ള ഒരു പ്ലാനിലോട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഹാപ്പി. പറയാനുണ്ടോ? ഷീ നെവർ എക്സ്പെക്റ്റഡ് ദിസ്. ലൈക്ക് എങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ ലോൺ റീപേ ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ പാടെ നമുക്ക് ലോൺ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ എനിക്കറിയുന്നല്ലേ ഈ ഒരു കുറേ പലിശ കാര്യങ്ങളൊക്കെ എങ്ങനെ വരും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു 8 month. ഞാൻ മുന്നോട്ട് പറഞ്ഞു നിങ്ങൾ ഫസ്റ്റത്തെ ഒരു 3 month 4 month നിങ്ങൾ പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ പേ ചെയ്യും. 5 month ഒരു 3 more months നിങ്ങൾ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞു. 3 more months ഹോൾഡ് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് ഒരു ടോട്ടലി ഒരു 12 months അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ്,
ഞാൻ അതിനുണ്ടാക്കിയിട്ടുണ്ട് ഫുൾ ക്ലോസ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഐ ഹാവ് എ പ്ലാൻ. ലൈക്ക് ആ പ്ലാൻ ഞാൻ എന്താ പറയുക നടക്കില്ല എന്നുള്ളൊരു ഉറപ്പില്ല. പക്ഷേ ഐ സംഹൗ ട്രൈഡ്. അത് വർക്കൗട്ടായി എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ പെട്ടെന്ന് വെച്ചിട്ട് എന്താ അവർ റിച്ച് ആയല്ലോ അതൊന്നല്ല. എന്നുവെച്ചാൽ പെട്ടെന്ന് വെച്ചിട്ട് കുറേ കാലമായിട്ട് ഇപ്പോൾ 2018 മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ ആ സമയത്തൊക്കെ ഈ ഡ്രോപ്പ് ഷിപ്പ് എന്ന് പറഞ്ഞുള്ള സംഭവം ലൈക്ക് അത് ഇപ്പോഴും അടിപൊളിയാണ്. പക്ഷേ ഇന്ത്യയിലോ ഡ്രോപ്പ് ഷിപ്പ് കാര്യങ്ങൾ കുറേ ടാക്സ് കാര്യങ്ങളൊക്കെ കൂടെ ആയപ്പോൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഈ ഒരു കമ്പനി ഒരു ബ്രാൻഡ് ഫോം ചെയ്യുക, ഒരു പാരന്റ് ബ്രാൻഡ് ഫോം ചെയ്യുക, മില്യനാർക്ക് ഫോം ചെയ്യുക, അതിൻ്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് ബ്രാൻഡ് ഓൾവേസ് മാറ്റേഴ്സ്. ലൈക്ക് ഇപ്പോൾ ഞങ്ങളുടെ നമ്മൾ ബ്രാൻഡ് പ്രോഡക്ട്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ബോക്സിൽ ഞങ്ങളെ ബ്രാൻഡിന്റെ ലോഗോ ഉണ്ടാവും. കാർട്ടൺ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾ ബ്രാൻഡ് ലോഗോ ഉണ്ടാവും. അപ്പോൾ എവിടെ പോകണമെന്നുണ്ടെങ്കിലും ആ ലോഗോ ഇല്ല ഞങ്ങളിവിടെ ഇല്ല. മില്യനാർക്കിന്റെ ലോഗോയാണോ നിങ്ങൾ? മില്യനാർക്ക് ഉണ്ട്, നമ്മളെ സബ് ബ്രാൻഡ്സ് ഉണ്ട് ലെക്സോർ ആയിട്ടുള്ള. അപ്പോൾ ബ്രാൻഡ് നമ്മൾ ഏതാണ് കാറ്റഗറി പോകുന്നത് അതിന്റെ ബ്രാൻഡ് ലോഗോ നമ്മൾ കൊടുക്കും. മുഷിബ്രോ, ഇപ്പം മകനെ ഡോക്ടറാക്കാൻ വേണ്ടി ചൈനയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഉമ്മ, നിങ്ങൾ അവിടെ ഉള്ള സേവിങ്സ് വെച്ചിട്ട് 6 മാസം കൊണ്ട് യാത്രകളൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. ശരിക്കും ഈ ഡോക്ടർ എന്നുള്ളതിൽ നിന്ന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമല്ല ചൈനയിൽ വളരുക, അവിടെ ബിസിനസ്സും വളരുന്ന മണ്ണാണ് ചൈന എന്ന് തിരിച്ചറിഞ്ഞ മൊമെന്റ് എപ്പോഴായിരുന്നു ശരിക്കും ആക്ച്വലി? അത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളൊരു ഫോർത്ത് ഇയർ ആയ സമയത്ത് ഓൾമോസ്റ്റ് 22-23 ഇയർ ആ ഒരു സമയത്താണ് ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെന്താ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു മാട്രസ്, ഒരു ബ്രാൻഡഡ് ഒരു മാട്രസ് നമ്മൾ ഇന്ത്യയിലോട്ട് ഫസ്റ്റ് അയച്ച പ്രോഡക്റ്റ്. ഇതിന് ബയർ ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ? ഇതിന് ബയർ ഉണ്ടായിരുന്നു. അത് ഫാമിലി മെമ്പർ തന്നെ. അത് സക്സസ് ആയിരുന്നു. അത് സക്സസ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡബിൾ ടു ത്രിബിൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അതിന് വേണ്ടിയാണ്, എക്സ്പെൻസ് വേണ്ടി വന്നത്. നമ്മൾ ഒന്ന് സീറോ വിത്തൗട്ട് എ നോളജ്, ലൈക്ക് ഒന്നുമില്ലാതെ നമുക്ക് ഇന്ത്യൻ നാട്ടിലേക്ക് എത്തുമെന്ന് അറിയില്ല, നമ്മൾ അങ്ങനെ അയച്ചതാ. അത് മാമനായിരുന്നു അതിന്റെ ഇൻവെസ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ നേരെ അയച്ചു. അത് നാട്ടിൽ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ *2 കോസ്റ്റ് നമുക്ക് വന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച്. അപ്പോൾ നമ്മൾ എയർ വഴി ഓൾവേസ് അയക്കുമ്പോൾ നമ്മൾ ഏരിയ മാറ്റേഴ്സാണ്. ഏരിയ എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം നമുക്ക് അതിൽ എന്താ പറയുക കോസ്റ്റ് കുറയും, ഷിപ്പിംഗ് കോസ്റ്റ് കുറയും, ഈ ഷിപ്പിങ്ങിലുള്ള കോസ്റ്റ് ബൈ എയറിലുള്ള കോസ്റ്റ് കുറയും. പിന്നെ ഈ ഡ്യൂട്ടി കാര്യങ്ങൾ, ബ്രാൻഡഡ് ഗുഡ്സ് ഓൾവേസ് എക്സ്പെൻസീവ്. ഇവിടെ GST CGST അങ്ങനെ വാറ്റ് കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് അവിടെ ഇറക്കാൻ തന്നെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഫസ്റ്റ്. അപ്പോൾ എന്ത് മനസ്സിലായി, സാധനം ഇവിടെ എത്തും, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളത് മാത്രം മനസ്സിലായി. ഒരിക്കലും പ്രോഫിറ്റബിൾ ആയിരുന്നില്ല, പക്ഷെ അതൊരു വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എന്താ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഫസ്റ്റ് മനസ്സിലായി, ഒരു 1% മനസ്സിലായി. അപ്പോൾ പിന്നെ ഒരു ആഫ്റ്റർ ലൈക്ക് അതിനുശേഷം ഒരു 6 മന്ത് ഇപ്പോൾ എന്താ ലാസ്റ്റ് ഇയർ MBBS അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്. ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയം, ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ ഈ 6 മന്ത് കൊണ്ട് ഞാൻ ടാർഗറ്റ് വെച്ചു. ഈ 6 മന്ത് കൊണ്ട് ഞാൻ ഈ എക്സാം എഴുതാനുള്ളതും ഇന്ത്യയിലോട്ട് പോയി വരാനുള്ള എക്സ്പെൻസ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അങ്ങനെ 6 മന്ത് 1 പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ 6 മന്ത് 6 പ്രോഡക്റ്റ് ഞാൻ സോഴ്സ് ചെയ്തു. ഈ മാട്രസ് ഇത്രയും വോളിയുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ചെറിയ പ്രോഡക്റ്റ് പിന്നെ തെരഞ്ഞെടുത്തോ, അല്ലെങ്കിൽ പിന്നെ മാട്രസ് തന്നെയാണോ അയച്ചത്? പിന്നെ സ്മോൾ പ്രോഡക്റ്റ്, ഒരു കാറിന്റെ ഒരു ഐറ്റം, ഒരു പ്രീമിയം കാറിന്റെ ഒരു പാർട്ട് ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് അത് നാട്ടിൽ എന്താ ഏരിയ കുറവാ, ബ്രാൻഡ് ലോഗോ നമ്മൾ വെക്കാതെ, ബ്രാൻഡ് ലോഗോ വെച്ചാലാണ് ബ്രാൻഡ് കാറ്റഗറി വരും. ബ്രാൻഡ് ലോഗോ വെക്കാതെ നമ്മളത് ഒന്ന് സേഫ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഫെയിലിയർ ആയിരുന്നു. അത് കസ്റ്റംസ് അങ്ങനെ ജപ്പാനിൽ അങ്ങനെ ലൈക്ക് കസ്റ്റംസ് അത് സീസ് ചെയ്ത് വെച്ച് അത് പോയി. പിന്നെ എന്താ പറയാ, പിന്നെ ഐ വാസ് ലൈക്ക് ഇനി റീസ്റ്റാർട്ട് ചെയ്യണ്ടെന്നുള്ളത്. അപ്പം ഞാൻ പുതിയൊരു ഷിപ്പിംഗ് ഏജന്റിനെ കണ്ടെത്തി. ആണ്ട് സെയിം പ്രോഡക്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്തു സെക്കൻഡ് ടൈം. അത് ഇവിടെ എത്തി. ഈ ഫസ്റ്റ് മാട്രസ് എന്ന് തുടങ്ങി സെക്കൻഡ് പ്രോഡക്റ്റ് എത്തി. അപ്പൊ ഒരു യൂറേക്ക മൊമെന്റ് എപ്പോഴായിരുന്നു? സെക്കൻഡ് പ്രോഡക്റ്റ് ഇവിടെ എത്തി. അത് സെയിൽ ചെയ്തപ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ഐ ക്യാൻ നെക്സ്റ്റ് 1 മന്ത് എനിക്ക് എൻ്റെ ചെലവ് നടത്താനുള്ള എമൗണ്ടിനെക്കാളും അത് കിട്ടി. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഇനി ഇങ്ങനെ 6 മന്ത് ഇനി എൻ്റെ മുമ്പിൽ 5 മന്ത്സ് ഉണ്ട്. ആ 5 മന്ത് ഞാൻ സെയിം റൂട്ട് സെയിം ചാനൽ പ്രൊഡക്റ്റ് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് നടത്തി. I can generate an amount for like my travel expenses and for a writing exam. That was like അതിന്റെ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ എക്സാം എഴുതാൻ എനിക്ക് ഓൾമോസ്റ്റ് 1.1 ലാഖിന്റെ അടുത്ത് ചെലവ്, 1 ലാഖിന്റെ അടുത്ത് ചെലവുണ്ടായിരുന്നു. നാട്ടില് ചെലവുണ്ട് വെച്ചാൽ ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ, ഫ്ലൈറ്റ് ടിക്കറ്റ്, അല്ല നാട്ടിൽ തന്നെ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് മീറ്റപ്പ് ചെയ്യുന്ന എക്സാം ഈസ് റിയലി ഡിഫിക്കൾട്ട്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 40,000 ഇപ്പോൾ ലാസ്റ്റ് റിസൾട്ട് വെച്ചാൽ 36,000 സ്റ്റുഡൻസ് എഴുതിയാൽ 6,000 അല്ലെങ്കിൽ 5,000 അടുത്ത് സ്റ്റുഡൻസ് പാസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഫെയിലാണ്. വെച്ചാൽ 30,000+ സ്റ്റുഡൻസ് ഫെയിലാണ്. അങ്ങനത്തെ ഉള്ളൊരു എക്സാമിനാണ് ഞാൻ ഇത് പോകാനുള്ളത്. അപ്പോൾ സംഭവം ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ക്ലിയർഡ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ പാസ്സായി. ആ പാസ്സായി വെച്ചാൽ ഐ വാസ് ലൈക്ക് ഓക്കെ ലൈക്ക് God is there. He is telling like go on your path.
അപ്പോൾ ആ ഒരു പാത്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്താ ബിസിനസ് പറഞ്ഞു തരാൻ ഒരാളില്ല, സപ്പോർട്ടിന് അങ്ങനെയുള്ള ഒരു ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ ആകെ ഉള്ളത് ഉമ്മാൻ്റെ കുറച്ച് ബേസിക്. ഉപ്പ ദുബായിൽ നിന്ന് ക്യാഷ് അയച്ചു തരുമ്പോൾ എങ്ങനെ സേവ് ചെയ്തിച്ചാണ്ട് എങ്ങനെ ഇത് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളാണ്ട് ഇംപ്ലിമെൻ്റ് ആണ് ചെയ്ത്. നമുക്ക് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, MBBS പഠിച്ച ഒരാൾക്ക് എന്താ മാത്സിലാകെ +2 നമുക്ക് കാൽക്കുലേഷൻസ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. വരുന്ന ക്യാഷ് നമ്മൾ എന്താക്കി, അടുത്തതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇത്ര നമ്മളെ ബ്രാൻഡ് ജനറേറ്റ് ചെയ്യാൻ ഇത്ര എമൗണ്ട് മാറ്റി വെച്ച്, നമ്മളെ എക്സ്പെൻസിന് ഇത്ര മാറ്റി വെച്ച്, പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അതർ എക്സ്പെൻസ് എന്നുള്ള രീതിക്ക് മാറ്റി വെച്ചു. അങ്ങനെ ഞങ്ങളവിടെ അങ്ങനെ ഒരു പാത്താണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. റൈറ്റ്. സോ പിന്നെ ഏത് പോയിന്റിലാണ് ഇപ്പോൾ 23rd ആണ് ശരിക്കും ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഏത് മൊമെന്റിലാണ് ലൈക്ക് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഇമ്പോർട്ട് വരാൻ തുടങ്ങിയതും പിന്നെ പ്രൈമറി കസ്റ്റമേഴ്സിനെയൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങിയതൊക്കെ നാട്ടിൽ നമുക്ക് മെയിൻ കസ്റ്റമേഴ്സ് നാട്ടിനേക്കാളും കൂടുതൽ ദുബായ് GCC കൺട്രീസിലാണ്, ദുബായിലാണ് ദുബായിലെ കസ്റ്റമേഴ്സ് കൂടുതലുള്ളത്. അതൊക്കെ റെഫറൻസ് ത്രൂ വന്നതാണോ? അങ്ങനെ ഫുള്ളി റെഫറൻസ് ത്രൂ. നമുക്ക് പറഞ്ഞല്ലോ ആരും സപ്പോർട്ട് ചെയ്ത് തരാനില്ല, നമുക്ക് അങ്ങനെ വേറെ ആരും ഇത് ചെയ്ത് തരാനില്ല, നമുക്ക് ഫുള്ളി അങ്ങനെ റെഫറൻസ് ത്രൂ വന്നത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് അങ്ങനെ വന്നു. അങ്ങനെ നമുക്ക് മേജർ ഒരു കമ്പനിയുടെ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ വിചാരിച്ചു ഓക്കെ ഫോക്കസ് ഓൺ 2 ഏരിയാസ്. അപ്പോൾ ഞങ്ങൾ കോർപ്പറേറ്റ് ഗിഫ്റ്റ് എന്നുള്ള ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്തു. കോർപ്പറേറ്റ് ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതൊരു ഇവന്റ് ആണെങ്കിൽ, ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മേജർ ഫുഡ് ബ്രാൻഡ്സ് ലൈക്ക് ഹൗ ദേ ബിൽഡ് ദയർ കമ്പനി, കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി അവർ ബിൽഡ് ചെയ്ത് അവർ ആ ബ്രാൻഡ് ഉണ്ടാക്കി. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ അത് നമ്മൾ ഗിഫ്റ്റ് അവര് ഇതുണ്ടല്ലേ കോർപ്പറേറ്റ് ഗിഫ്റ്റ്. ഈ കോർപ്പറേറ്റ് ഗിഫ്റ്റ് എന്നുള്ള സംഭവം ഇവിടെ നാട്ടിൽ വന്നിട്ട് അധികമായിട്ടില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ എന്തൊരു ഇവന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പെന്ന് കൊടുക്കുക, പെൻസിൽ കൊടുക്കുക, അല്ല അങ്ങനത്തെ ഒരു ഇവന്റിൽ നിന്ന് ഇപ്പം മാറി ഇപ്പൊ ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കി ആ ഒരു സിസ്റ്റം വന്ന്. അപ്പോൾ ഞങ്ങൾ അത് കോർപ്പറേറ്റ് ഗിഫ്റ്റ് ഒരു ഏരിയ ആയിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ നമുക്ക് ഫസ്റ്റ് ക്ലയന്റ് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്നുള്ള കാറ്റഗറി തിരഞ്ഞെടുക്കാൻ എന്താ റീസൺ? അവിടെ പ്രോഫിറ്റബിലിറ്റി കൂടുതലായതുകൊണ്ടാണ്. പ്രോഫിറ്റബിലിറ്റി കൂടുതൽ, നമുക്ക് ബെറ്റർ ക്വാളിറ്റി നല്ല പ്രൈസിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല നമുക്ക് മനസ്സിലായി. വെച്ചാൽ ഇവിടെ കൊടുക്കുന്നത് എന്താ ക്വാളിറ്റി കുറവാണ് വെച്ചാൽ പേപ്പർ ഒരു കൊടുക്കുന്ന ഇപ്പോൾ ഒരു ഡയറിയാണെന്ന് വിചാരിച്ചു, ഡയറിക്ക് നമ്മൾ GSM നോക്കണം, പേപ്പർ തിക്നെസ് നോക്കണം, മെറ്റീരിയൽ ക്വാളിറ്റി നോക്കണം, പിന്നെ പാക്ക് ചെയ്യുന്ന ബോക്സ് പെന്നാണെന്നുണ്ടെങ്കിൽ ആ പെന്ന് സെയിം കളർ കോൺട്രാസ്റ്റിൽ ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ ആ ഒരു കമ്പനി ഒരു സ്റ്റാൻഡേർഡിൽ കൊടുക്കണം. ആ ഒരു ബ്രാൻഡിങ് നല്ല ലേസർ പ്രിന്റ് ബ്രാൻഡിങ് ലോഗോ ചെയ്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കർ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, ഒരു നോർമൽ ഡയറി അത് വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഇതല്ലേ. അപ്പോൾ അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് നമ്മളത് അതിൽ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരു ക്ലയൻറ്റിന് ഞങ്ങൾക്ക് ആദ്യം ഒരു 10 പീസസ് മൗസ് പാഡ്, പിന്നെ അങ്ങനത്തെ ഒരു ഓർഡർ വന്ന്, പിന്നെ ഒരു നല്ലൊരു കമ്പനി, വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി, അതിൽ ദുബായ് ബേസ്ഡിലെ പെട്രോളിയം കമ്പനി അഡ്നോക്ക് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ അഡ്നോക്കിൻ്റെ ഫസ്റ്റ് ഇത് ഞങ്ങൾക്ക് തന്നെന്ന് വെച്ചാൽ അതൊരു സബ് വഴി ഫസ്റ്റ് ഞങ്ങൾക്ക് വന്നു. വെച്ചാൽ ഒരു 100 പീസസ് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് സെറ്റ് വേണം. ഒരു പ്രൊജക്റ്റ്, ഒരു മേജർ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്ത മേജർ എഞ്ചിനീയേഴ്സിന് നമുക്കൊരു ഗിഫ്റ്റ് സെറ്റ് ആയിട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇത്ര ദിർഹംസിൽ നമുക്ക് പ്രൊഡക്റ്റ് അവിടെ ഡെലിവറി ആവണം, അത് നല്ല ക്വാളിറ്റി ആവണം, അവർ അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഫോട്ടോ അയച്ചു തന്നു. പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാനത് വർക്കൗട്ട് ചെയ്തു. എന്നുവെച്ചാൽ ഒരു ബോക്സിൽ ഒരു 4 പ്രൊഡക്ട്സ് ആണ്. ഈ 4 പ്രൊഡക്ട്സ് 4 ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്താലേ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 4 ഫാക്ടറിയിൽ നിന്ന് 100 പീസ് ഒരാളും തരൂല അവിടെ. ചൈനയിലുള്ളത്. അപ്പോൾ ആരും അവിടെ 100 പീസ് തരില്ല. അവിടെ MOQ ആണ് മെയിൻ ഇഷ്യൂ. എന്നുവെച്ചാൽ MOQ ഉള്ള അതാണ് എല്ലാവരും മൈൻഡിലും. MOQ ഉള്ള സാധനം പ്രൊഡക്റ്റ് അല്ല. 1000 പീസ് 2000 പീസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഇല്ല. അത് ഞാൻ അവിടെ അവരെ കൈയും കാലം പിടിച്ചിട്ട് ആ സെയിം ക്വാളിറ്റിയിൽ ഞങ്ങൾ 100 പീസ് ഉണ്ടാക്കി വെച്ച്. അത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആവട്ടെ ലോസ് ആവട്ടെ, ലോസിലാണ് അത് റൺ ചെയ്തത്. ഞങ്ങളത് മെയ്ഡ് ചെയ്തു. അങ്ങനെ അത് മെയ്ഡ് ചെയ്ത് ഞങ്ങൾ ദുബായിക്ക് അത് സപ്ലൈ ചെയ്ത്. ലൈക്ക് ദേ ലൈക്ക് ഇറ്റ്. ദ ക്വാളിറ്റി അവർക്ക് എവിടെയും കിട്ടാത്ത ക്വാളിറ്റി ആയിരുന്നു. ദേ വർ ഇംപ്രസ്ഡ് ഇൻ ദ ക്വാളിറ്റി. അവർ ആ പ്രൊഡക്റ്റിൽ ഇംപ്രസ് ആയി. അങ്ങനെ അതായിരുന്നു ഫസ്റ്റത്തെ കമ്പനി. നമുക്ക് എന്താ പറയാ, ഒരു നല്ലൊരു കമ്പനി ആയിട്ട് നമുക്കൊരു ടൈപ്പ് പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അഡ്നോക്കിന്റെ സബ് കമ്പനീസ് അവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 7 പ്രോഡക്ട്സ് ഓൾമോസ്റ്റ് 20,000 ഈച്ച് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ മേജർ കമ്പനീസിന്റെ അവരെ ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈറ്റ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് അവർ കൊടുക്കും. ലേബേഴ്സിന് അതിൽ കോൺട്രാക്ടേഴ്സിന് ഒരു ടൈപ്പ്, അതിൽ ഓഫീസ് വർക്കുകർക്ക് ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നു. ഇത് നമ്മൾ നല്ല രീതിയിൽ നല്ല പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ എല്ലാവർക്കും, ഇപ്പോൾ വർക്കേഴ്സിനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ. ഇപ്പോൾ എല്ലാവരും കൊടുക്കില്ല എന്താ ഒരു ടീഷർട്ടിൽ ഒരു ബ്രാൻഡ് അടിച്ചിട്ട് കൊടുക്കും. അതിന് പകരം ഞങ്ങൾക്ക് ഒരു ടിഫിൻ ബോക്സ് ആ സെയിം പ്രൈസ് അല്ലാതെ ഒരു കുറച്ചുകൂടെ പ്രൈസ് വെച്ച് നല്ലൊരു ടിഫിൻ ബോക്സ്, അവരുടെ കുട്ടികൾക്കുള്ള ഒരു നല്ലൊരു പ്ലേ ബുക്ക്,
പിന്നെ ഒരു പെന്ന്, ഒരു വാട്ടർ ബോട്ടിൽ, അതൊക്കെ ബ്രാൻഡഡ് വിത്ത് നല്ലൊരു 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ കോട്ടഡ് എന്നുള്ള നമ്മൾ ഫീച്ചേർഡ് ആയിട്ട് കൊടുത്തു, ഫുള്ളി കസ്റ്റമൈസ് ആയി. പിന്നെ ഒരു സ്ലിംഗ് ബാഗ് കൊടുത്ത്, ഓക്കെ. ഇതൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതി നമ്മൾ നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി കസ്റ്റം ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ്, ഇപ്പോൾ നമ്മൾ ബാഗിലാണെന്നുണ്ടെങ്കിൽ അവിടെ സീ പോർട്ട് വരെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ സീ പോർട്ട് നമ്മൾ പ്രീമിയം വേയിൽ നമ്മൾ കൊടുത്ത്. അത് പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 2025 ഒരു ക്വാർട്ടർ 6 മന്ത് ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 600,000 ദിർഹംസിന്റെ നമുക്കൊരു സെയിൽസ് അഡ്നോക്കുമായിട്ട് നമുക്ക് സെയിൽ നടത്താൻ പറ്റും. അഡ്നോക്കായിട്ട് മാത്രം. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഈ അഡ്നോക്ക് പോലെ, അഡ്നോക്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഫസ്റ്റ് നമ്മളൊരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇപ്പം ഏതൊക്കെ മേജർ പ്രോഡക്ട്സ് ആണ്, അതായത് ഏതൊക്കെ ഐറ്റം പ്രോഡക്ട്സ് ആണ് നിങ്ങൾ ഡെലിവർ ചെയ്യുന്നത്, പിന്നെ ആരൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രൈമറി കസ്റ്റമേഴ്സ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 to 2 years. നമുക്ക് എന്തോ നല്ല കസ്റ്റമേഴ്സ് 1 or 2 ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് ആവശ്യത്തിൽ കുറച്ച് പേരുണ്ട്, ഒരു 4-5 മെയിൻ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ അഡ്നോക്ക് പറയണോ എമിറേറ്റ്സിന് നമുക്ക് പറയാം. എമിറേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം കാറ്റഗറി, ഇപ്പോൾ പ്രീമിയം കാറ്റഗറിയിലുള്ള ഗസ്റ്റുകൾക്ക് അവർ വരുമ്പോൾ ഒരു ജൂട്ട് ബാഗ്, ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. ആ കിറ്റിൽ ഒരു ലോഷൻ ഉണ്ടാവും, ബിസിനസ് ക്ലാസ് പോലെ. അപ്പോൾ അതിൽ വരുമ്പോൾ ഒരു ലോഷൻ ഉണ്ടാവും, ഒരു നല്ലൊരു പ്രീമിയം ജൂട്ട് ബാഗ്, എമിറേറ്റ്സ് നിന്ന് ലൈക്ക് എൻഗ്രേവ് ചെയ്തൊരു ജൂട്ട് ബാഗിൽ നമ്മളൊരു പ്രീമിയം ഗിഫ്റ്റ് സെറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതിലൊരു പ്രീമിയം ടവൽ ഉണ്ടാവും, ഒരു 4-5 പ്രൊഡക്ട്സ്. അങ്ങനെ അത് നമുക്ക് എന്താ ഒരു 10 പ്രൊഡക്റ്റ് മതി എന്ന് പറഞ്ഞ് 10 പ്രൊഡക്റ്റ് നമ്മൾ അയച്ചു കൊടുത്ത് നല്ല പ്രീമിയം പാക്കേജ് ചെയ്തു. അതിൽ ഞങ്ങളൊരു കാർഡൊക്കെ ഇട്ട് കൊടുത്തു, താങ്ക്സ് ഫോർ ട്രാവലിംഗ് വിത്ത് എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. ഞങ്ങളുടെ ബാക്കിൽ എമിറേറ്റ്സിന്റെ ലോഗോ ഒക്കെ വെച്ച് കൊടുത്ത്. ചൈനയാണ് നമുക്ക് അത് അവൈലബിലിറ്റി നമുക്ക് അറിയാം, അത്രയും നമുക്ക് അവിടെ കുറച്ച് അറിയാവുന്നതുകൊണ്ട് നമ്മളെ ലോക്കലി നല്ല രീതിക്ക് തന്നെ പ്രിന്റ് ചെയ്ത് കൊടുത്തു. അതെന്ന് വെച്ചാൽ ആ ഒരു പേപ്പറിന് എടുത്തെന്ന് വെച്ചാൽ അത് സീഡ് പേപ്പറാണ്, അതിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു. ലൈക്ക് അത് ഇപ്പോൾ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. ആ പേപ്പർ നമ്മൾ വേസ്റ്റ് ആയി ത്രോ ചെയ്താലും അത് പ്ലാൻഡ് ആയിട്ട് അതിലൊക്കെ ആയിട്ട് നമ്മളൊരു താങ്ക് യു കാർഡും ഒക്കെ കൊടുത്ത് അങ്ങനെ ദേ വർ ഇംപ്രസ്ഡ് ഇൻ ദറ്റ്. അങ്ങനെ അവർ 12,000 പീസസിന്റെ ഓർഡേഴ്സ് 2024 ലാസ്റ്റ് ഒരു ഇതായിട്ട് പ്ലേസ് ചെയ്ത് നമ്മൾ ഇട്ടുന്നുണ്ട്. നമ്മളെ പോഡ്കാസ്റ്റ് ആണെങ്കിലും നമ്മൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് ഒക്കെ കാണുന്ന ഒരു പോഡ്കാസ്റ്റ്. അപ്പം മേ ബി അവരുടെ സ്ഥാപനത്തിലൊക്കെ ഇതുപോലെ കോർപ്പറേറ്റ് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട അവസരം വന്ന മുർഷിദ് ബ്രോനെ കോൺടാക്ട് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇതുവരെ ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ട് ഞങ്ങൾ ചെയ്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഐറ്റംസിൽ ഏതായിരിക്കും? ഞങ്ങൾ സ്ലിംഗ് ബാഗ് കോർപ്പറേറ്റ് ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ 20 ചേഞ്ചസ് വരുത്തിയിട്ട് ഇറക്കിയ ബാഗാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് വന്നിറക്കാൻ 12,000 പീസസ് ഞങ്ങൾ ദുബായിലോട്ട് അയച്ചിട്ടുള്ളൂ. ആ ബാഗിന്റെ ഭയങ്കര ഫീച്ചേർഡ് ആ ബാഗ് അല്ല. ഓൾമോസ്റ്റ് 20 ചേഞ്ചസ് വിത്ത് ഓക്സ്ഫോർഡ് 600 മെറ്റീരിയൽ. അപ്പോൾ അതിന് സിബ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ്, ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത്. പിന്നെ ലേസർ പ്രിന്റഡ്, പിന്നെ USB-C ആൻഡ് USB അത് ചാർജിങ് അതുണ്ട്. പിന്നെ കുഷൻ, എക്സ്ട്രാ ആഡഡ് കുഷ്യൻസ്. പിന്നെ ലൈക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒക്കെ ആ പ്രോഡക്റ്റ് നമുക്ക് നല്ലോണം സെയിലായി. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വെച്ചാൽ നെക്സ്റ്റ് ക്വാർട്ടർ സെപ്റ്റംബർ മുതൽ ഈ ഒരു മന്ത് മുതൽ ഞങ്ങൾ ഇനി പുതിയൊരു ഭാഗത്തോടെ കളിക്കാം. ന്യൂ പ്രൊഡക്റ്റ്, ന്യൂ കോർപ്പറേറ്റ് ഗിഫ്റ്റ് കാറ്റഗറി എന്നുള്ള രീതിയിലോട്ട്. അപ്പോൾ ഇനി പുതിയ അവരൊരു ജസ്റ്റ് ഒരു ഐഡിയ തരുള്ളൂ, നമ്മളത് ഏറ്റവും ബെസ്റ്റ് ആക്കി കൊടുക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു ബാഗ് എന്ന് പറയുള്ളൂ. ആ ഒരു ബാഗ് നമ്മൾ ആ ഒരു കോസ്റ്റിൽ നമ്മൾ മാക്സിമം ഫ്യൂച്ചർ ചെയ്താണ്ട് ചൈനയിൽ നിന്നത് പറ്റുള്ളൂ. ഇവിടെ നിന്നൊരു ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ ഒരു ബാഗ് വെച്ച് ബാഗ് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ. അത് നമ്മൾ മെറ്റീരിയൽ ലൈക്ക് അവിടെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മെറ്റീരിയൽ ഞാൻ ചൂസ് ചെയ്യും. ഫാബ്രിക് എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ ആ ഫാക്ടറിയിൽ നമ്മൾ ഫാബ്രിക്കിന് വേണ്ടി പോകും. എന്നിട്ട് ആ ഫാബ്രിക് അത് ചൂസ് ചെയ്തിട്ട് അത് ഫാക്ടറിയിലോട്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിന് സിബ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സിബ് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ്, അതിന്റെ USB കേബിൾ സെപ്പറേറ്റ്, ഇത് കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ചെയ്യുന്നത്. മുർഷിദ്, ഇപ്പോൾ അഡ്നോക്ക് പോലെ എമിറേറ്റ്സ് പോലെ ഒന്നുമല്ല. ഇപ്പോൾ ലെറ്റ്സ് ഒരു IT കമ്പനി, ഇപ്പോൾ നമ്മളെ പോലത്തെ ഒരു കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കുക. ലെറ്റ്സ് ലൈക്ക് ഒരു 100-200 പീസസ് ഓഫ് നമ്മളൊരു പ്രീമിയം ഗിഫ്റ്റ് ബോക്സ് നമുക്ക് വേണം. ഒരു ടിപ്പിക്കൽ പിന്നെ ഒരു പ്രോസസ്സ് എന്തായിരിക്കും മുർഷിദ്? ഇതിൻ്റെ സോഴ്സിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുക? ഇതിൽ സ്മോൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് പ്രൈസ് ആദ്യം ചോദിക്കും. ഇപ്പോൾ ഇവർക്കൊരു ടാർഗറ്റ് പ്രൈസ് ഉണ്ടാവും. ഓൾറെഡി ഇപ്പോൾ നാട്ടിലത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളെ തന്നെ ഒരുപാട് കോർപ്പറേറ്റ് ഗിഫ്റ്റ് ചെയ്യുന്ന കമ്പനീസ് നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഷാൽ വി ഡു ദിസ് ഫോർ യു എന്നൊക്കെ രീതിയിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ഏതൊരു കമ്പനീനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലും ബെറ്റർ ആയിട്ടുള്ള പ്രൈസിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ളത് എന്തെങ്കിലും അഷുറൻസ് ഉണ്ടോ? ഓൾവേസ് നമുക്ക് ബെറ്റർ ക്വാളിറ്റി നമുക്ക് അഷ്വർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെയുള്ള ഇവിടെയുള്ള മാർക്കറ്റ് ഒന്നും നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നില്ല, പക്ഷേ ഇവിടെ ഉള്ളതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി നമുക്ക് ഓൾവേസ് അഷ്വർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പ്രൈസ്
ആ ഒരു കസ്റ്റമർ മീറ്റപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് ഇപ്പോൾ ഒരു നമുക്കെന്താ 2500 നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ 2000 പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ട് 2000 ആക്കേണ്ടി വരും. നമ്മുടെ ആ ഒരു ക്വാളിറ്റി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ചെറിയ ഒരു കസ്റ്റമർ ഇപ്പോൾ ഈ സൈബർ പാർക്കിൽ നിന്ന് തന്നെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷെ അവർ പറയുന്നത് എന്താ, അവർക്ക് പ്രൈസ് റേഞ്ച് അവർ ഒരിക്കലും പറയാറില്ല. പ്രൈസ് നിങ്ങൾ എത്രയും ആക്കിക്കോളൂ, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രിന്റിങ്, ബെസ്റ്റ് സംഭവം അത് അവർ എപ്പോഴും അവരുടെ കയ്യിൽ വേണം എന്നുള്ളത് വെച്ചിട്ടാണ് പറയല്. സോ ലെറ്റ്സ് സേ നമ്മൾ അങ്ങനെ ഒരു ഓർഡർ തന്നു, വാട്ട്സ് യുവർ ടിപ്പിക്കൽ പ്രോസസ്? ആദ്യം നിങ്ങൾ റിക്വയർമെന്റ്സ് എടുക്കും. റിക്വയർമെന്റ്സ്, യുവർ ടാർഗറ്റ് പ്രൈസ്, സ്പെസിഫിക്കേഷൻസ്, പിന്നെ എത്ര ടൈം കൊണ്ട് ഡെലിവറി വേണം, പിന്നെ അതിന്റെ ഇതിൽ ടാറ്റ് ഒരു പ്രശ്നമായിരിക്കില്ല, ടേൺ അറൗണ്ട് ടൈം. അതായത് ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള കമ്പനീസിനൊക്കെ ഇത് ലെറ്റ്സ് സേ ചിലപ്പോൾ ഒരു 2 weeks ഉണ്ടൊക്കെ ചിലപ്പോൾ ഇത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചൈനയിൽ നിന്ന്, ഞാൻ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക്, ചൈനയിൽ നിന്ന് ഇത് സോഴ്സ് ചെയ്ത് ഇപ്പോൾ മുഷീദ് തന്നെ പറഞ്ഞു ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്ന് സോഴ്സ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റിലേക്ക് ഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം, നോ? ഇറ്റ് വിൽ ടേക്ക് ഓൾവേസ്. നമ്മുടെ കസ്റ്റമേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സ്, വി ഓൾവേസ് ഫോക്കസ് ഓൺ പ്രീമിയം കസ്റ്റമേഴ്സ്. സോ ദേ വിൽ ഹാവ് ദാറ്റ്, ദേ വിൽ ഹാവ് ദാറ്റ്, ദേ വിൽ വെയിറ്റ് ഫോർ ഇറ്റ്. ലൈക്ക് നമ്മൾ ആ കസ്റ്റം ചെയ്തേണ്ടി വരുന്നതാണ്. ഇപ്പോൾ ഇവിടെയുള്ള നിങ്ങളെ അപ്രോച്ച് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ അയച്ചു തരും, ഒരു ബ്രോഷർ അയച്ചു തരും, ഇതിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്തോളെന്ന് പറഞ്ഞത്. അപ്പോൾ അതിലുപരിയായിട്ട് നമ്മൾ ഒരു ഒരു പ്രീമിയം ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. നമ്മളത് അത്രയും നന്നായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കല് കോർപ്പറേറ്റ് ഗിഫ്റ്റ് എന്നുള്ളത്. നിങ്ങളൊരു ഓർഡർ കിട്ടി, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഓക്കെ 100 പീസസ് നമുക്ക് മാർജിൻ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ നമ്മളെ ഫസ്റ്റ് കസ്റ്റമറാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് സെയിം പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ആ പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ആ സോഴ്സ് ചെയ്യും, പ്രോഡക്റ്റ് അതേപോലെ സോഴ്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എടുക്കുന്ന ഫാക്ടറീസ്, ലൈക്ക് എല്ലാ പ്രോഡക്റ്റിലും നമ്മൾ എടുക്കുന്ന ഫാക്ടറീസ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഇപ്പോൾ നമ്മൾ 100 പീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. സെയിം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സെയിം പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആ പ്രൈസിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രീമിയം ഇപ്പോൾ 10,000 ചെയ്യുന്ന ആളുടെ പ്രൈസിൽ നമുക്ക് ഒരു 100 പീസസ് നല്ല രീതിയിൽ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. അല്ല മുഷീദ്, ഇപ്പോൾ ഇത്രയും ഫാക്ടറീസ് ഒക്കെ ആയിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ ഡു യു സ്പീക്ക് ദെയർ ലാംഗ്വേജ്? I had to speak. You do? Yeah. So അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഡ്യൂറിങ് MBBS പഠിക്കാൻ ചൈനയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലാംഗ്വേജ് പഠിക്കൽ മാൻഡറ്ററി. വി ഹാവ് ടു സ്റ്റഡി. ദാറ്റ് മീൻസ് ഐ ഡോണ്ട് നോ ഓൾ ലാംഗ്വേജ്. പക്ക ഈസി ആയിട്ട് ഞാൻ ചൈനീസ് പറയുന്നില്ല, ബട്ട് ഐ ക്യാൻ ഹാൻഡിൽ ഫാക്ടറി. 2 ലാംഗ്വേജില്ല, മാൻഡറിൻ. ബട്ട് മാൻഡറിൻ ലാംഗ്വേജ് ആണ് അവർ യൂഷ്വലി അവർ എന്താ പറയുക ലോക്കൽസ് യൂസ് ചെയ്യുന്ന. നമ്മളെ ഇവിടെ ഈ മലയാളം പല രീതിയിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ നമുക്ക് ഒരിക്കലും ഒരു ചൈനീസ് വേറെ ചൈനീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാൻ പറ്റില്ല. ബെയ്ജിങ് ചൈനീസ് അല്ല ഷാങ്ഹായ് ചൈനീസ്, ഷാങ്ഹായിത്തെ ചൈനീസ് അല്ല നമ്മളെ ഗ്വാങ്സോയിലെ ചൈനീസ്. എൻ്റെ ഗ്വാങ്ഡോയില് കാന്റനീസ് എന്ന് പറയും, മാൻഡറിൻ. അപ്പോൾ അതേപോലെ ആ ലാംഗ്വേജ് ഒക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ എല്ലാവർക്കും ഈ ഒരു ചൈനീസ്, നമ്മൾ ഈ പറയുന്ന ചൈനീസ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. നമുക്ക് എന്താ ഈ ഒരു 3 വർഷം കൊണ്ട് ശരിക്കും ഇതെങ്ങനെ ബിൽഡ് ചെയ്തത്? ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടായത്? അതായത് നമ്മളിവിടുന്ന് ഒന്നും അറിയാതെ, അതായത് ചൈനീസ് കമ്മ്യൂണിറ്റിയായിട്ട് ഒരു ബന്ധമില്ലാതെ പോയിട്ട് 3 വർഷം കൊണ്ട് MBBS പൂർത്തിയാക്കി, അതോടൊപ്പം ഇങ്ങനെ ഒരു ബിസിനസ് ഗ്രോ ചെയ്ത് ലാംഗ്വേജ് എത്തി. ചൈനീസ് ലാംഗ്വേജ് ഭയങ്കര ടഫ് അല്ലേ? ടഫാ. ഞാൻ ഇതുവരെ പഠിച്ചില്ല, ഞാൻ ഫുള്ളായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അവിടെ ജീവിച്ചു പോകാനുള്ളത് പറ്റും. ബിസിനസ് നടത്താൻ എന്നെ കൊണ്ട് പറ്റുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അവിടെ അതിനുള്ള ചൈനീസ് ലാംഗ്വേജ് അറിയാം. നമ്മൾ വൈസ് പോഡ്കാസ്റ്റിനെ പറ്റിയിട്ട് ഒരു 2 ലൈൻ ചൈനീസിൽ അങ്ങനെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മള് എന്താ പറയണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞു പോകല്ലേ. ചൈനീസ് ലാംഗ്വേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരോട് പറയും ബാർഗെയിനിങ് ഒക്കെ നമുക്ക് ചൈനീസ് പഠിക്കാൻ നിർബന്ധമാണ്. അവരത് പറയുമ്പോ നോ, അത് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് അതിനുള്ള ചൈനീസ് അറിയണം. അപ്പോൾ അത് നമുക്ക് അവിടെ വേറെ ഹൗസിൽ എത്തിച്ചു തരണം, ഈ പ്രൈസിൽ വേണം, ഈ ചേഞ്ചസ് വേണം. അതിനൊക്കെയുള്ള നമ്മളെ സിറ്റുവേഷൻസ് നമ്മളെ ചൈനീസ് അവിടെ വരും. നമുക്ക് അതുകൊണ്ട് വന്നു പോകും. ആക്ഷൻ വെച്ചിട്ട് വേർഡ് വെച്ചിട്ടോ അങ്ങനെ അറിയുന്ന വേർഡ് വിത്ത് ആക്ഷൻ എന്നുള്ള രീതിയിൽ. ലൈക്ക് ലോക്കൽസിന് ഒരിക്കലും ഇംഗ്ലീഷ് അറിയില്ല. അത് ലോക്കൽസിന് അവിടെ ഫാക്ടറീസിന് മെയിൻ ഫാക്ടറീസിൽ ലോക്കൽ സിറ്റീസിലുള്ള ഫാക്ടറീസിൽ അവർക്ക് ഒരിക്കലും ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു 10 years ആയിട്ട് വാങ്ങിക്കുന്ന ഒരാളാണ് നമ്മൾ വരിക എന്ന് പറയണമെങ്കിൽ അവർ ട്രാൻസ്ലേറ്റർ വെക്കുക ചെയ്യുന്നത് ഓൺ റിക്വയർമെന്റ്. അതിന് പേ ചെയ്തിട്ട് അവർ വെക്കുക ചെയ്യുന്നത്. അല്ലാതെ ആർക്കും അവിടെ ചൈനീസ് അറിയില്ല.
ഇപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഫെയറിന് വരുന്നവർ അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോരുത്തർക്ക് ഓരോ കമ്പനി ഓരോ ട്രാൻസ്ലേറ്റർ വെക്കുക. ഓക്കെ. അതിന് അവർക്ക് ഹവർലി പേയ്മെന്റ് വെച്ചാൽ നല്ല പേയ്മെന്റിലാണ് പോകുന്നത്. നല്ല പേയ്മെന്റിൽ നമ്മൾ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ ബിസിനസ് മൂവ് ചെയ്യുന്നവരാണ്. മുർഷി ബ്രോ, അതായത് തുടക്കകാലത്തൊക്കെ ശരിക്കും 1000-2000 രൂപയൊക്കെ മാറ്റി വെച്ച് തുടങ്ങിയ ബിസിനസ് ഇന്നിപ്പോൾ ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ 2 ഇയേഴ്സിനുള്ളിൽ അറൌണ്ട് 3 to 4 CR ക്ലോക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് വളർന്നു. ശരിക്കും അത് ദാറ്റ്സ് ഹ്യൂജ്. അത് എന്താണ് ശരിക്കും ക്ലിക്ക് ആയത്? മുർഷിദ് ബ്രോന്റെ ടൈമിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അഡ്നോക്ക് പോലുള്ള ഒരു വലിയ ബ്രാൻഡായിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റി, അതല്ലെങ്കിൽ ലെക്ക് ഒരു മാറ്റർ ആയിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ ചൂസ് ചെയ്തു? എന്താ ശരിക്കും നമ്മൾ അവിടെ ക്ലിക്ക് ആയിട്ട്? ഓൾവേസ് ഞാൻ ഫുൾ ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഫസ്റ്റ്ലി ഫുൾ ടൈം അതിൽ ആ ഡിഗ്രി ആ ഒരു എക്സാം ക്ലിയർ ആയി എന്നുള്ള സമയം ഫുൾ ടൈം ഇതിൽ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തു. ലൈക്ക് വേറെ ഒന്നിലും ഇല്ലാതെ ഫുള്ളി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നും ഇല്ലാതെ ഫുള്ളി ഇതിൽ ഗെയിംസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഞാൻ ഓൾറേഡി വലിയ ഇൻട്രസ്റ്റഡ് അല്ല, ബട്ട് ഇതിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഒരു ഇത് ഗ്രോ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിലൂടെയാണ് നമുക്ക് ഈ അഡ്നോക്ക് എന്നുള്ളത് മേജർ ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അഡ്നോക്ക് എന്നുള്ളത് അവരെ വെച്ചാൽ ഹൺഡ്രഡ്സ് ഓഫ് ലൈക്ക് 25-30 ഇയേഴ്സ് ആയിട്ട് അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുണ്ട്. ഇതിലെടുത്താൽ ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് വന്ന് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. സ്റ്റിൽ നമുക്ക് അതിന്റെ 1% പോലും കിട്ടിയിട്ടില്ല. അഡ്നോക്കിന്റെ ഫുൾ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു 1% പോലും ഇപ്പൊ എനിക്ക് വരുന്നില്ല. അത് എന്താ ഇനി അത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് അതൊരു കുറച്ചും കൂടെ ഒന്ന് ഗ്രോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് പ്രൊഡക്റ്റ് ഇപ്പോൾ അവര് 100 പ്രൊഡക്ട്സ് നിന്ന് 10,000 പ്രൊഡക്ട്സ് അത് ഇനി റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. റിപ്പീറ്റ് ചെയ്യാം, അത് നമ്മൾ ഇനി അവർക്ക് കോൺടാക്ട് വെക്കുക, പ്രോപ്പർ കോൺടാക്ട് കാര്യങ്ങളൊന്ന് ബിൽഡ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉള്ളത്. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ സ്റ്റെപ്പ് അപ്പ് എന്നുള്ളതാണ്. ഇതുവരെയൊക്കെ നമുക്ക് സ്റ്റിൽ ഗ്രോത്തിന്റെ ഹാഫ് പോലെ നമ്മൾ എത്തിയില്ല. നമ്മൾ ഇനിയും ഗ്രോത്ത് ഒരു സ്റ്റെപ്പ്. എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു ആ ടൈം വരെ ഗ്രോത്ത്, പിന്നെ നമുക്ക് ഫുള്ളി എക്സ്പാൻഷൻ എന്നുള്ളത്. ഓക്കെ. സോ ചൈന എന്ന് പറയുമ്പോൾ നമ്മളൊരു വേൾഡിൻ്റെ ഫാക്ടറിയാണ് ചൈന. എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ലാംഗ്വേജ് വാസ് വെരി ലൈക്ക് മാൻഡേറ്ററി ആയിരുന്നു. ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കില്ല. പിന്നെ അവരുടെ ഓവറോൾ അവർ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലും കാര്യങ്ങളും അവർ കുറേ കൂടി ഫാസ്റ്റാണ്, കുറേ കൂടി ഡിസിപ്ലിൻഡ് ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. മുർഷിദിന് എന്താ തോന്നിയത്? നമ്മളെ നാട്ടിലെ ബിസിനസ്സുകാരും ചൈനീസ് ബിസിനസ്സുകാരും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് ഇവിടെ ഉള്ളവർ അവരുള്ളവരെയും ഒരിക്കലും കുറച്ചാണോ പറ്റില്ല. എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് നമുക്ക് മെറ്റീരിയൽസ് അവൈലബിലിറ്റി പറ്റ കുറവാണ്. അവർക്ക് ചൈന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ റോ മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അവർക്ക് വേറെ ഒരു കൺട്രിയോ വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ഇപ്പോൾ ഇവിടെ ഒരു ബാഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മെയിൻ പ്രോഡക്ട്സ് ഫാബ്രിക് ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 4 or 5 പ്രോഡക്ട്സ് എന്തായാലും അവർ സോഴ്സ് ചെയ്യേണ്ടി വരും. ഫുള്ളി ഇവിടെ ഒരിക്കലും അവൈലബിൾ അല്ല. അതൊക്കെ പോട്ടെ, ഈ ബാഗിലുള്ള ഫാബ്രിക്കിനുള്ള പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ആണെന്നുണ്ടെങ്കിൽ പോലും പുറത്തുനിന്ന് വരണ്ടേ. ഈ പോളിസ്റ്റർ ബാഗ്സ് ആണ്, പോളിസ്റ്റർ അങ്ങനെ മെറ്റീരിയൽസ് അതിനുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരണം. പക്ഷെ അവിടെ അവർ ഇപ്പോൾ അവിടെ ആൻസിസ്റ്റർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അവിടെ ബിസിനസ് സിസ്റ്റം. ഇപ്പോൾ ഞാനൊരു ഫാക്ടറി തുടങ്ങി, എൻ്റെ മകൻ ആ ഒരു ഫാക്ടറി ഏറ്റെടുത്തിട്ട് അത് 2 ഫാക്ടറി ആയിട്ട് വളർത്തും. അതങ്ങനെ അവിടെ സിസ്റ്റമാണ്. ബിസിനസ് അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ്. മുർഷി ബ്രോ, നമുക്ക് തുടക്കകാലത്തൊക്കെ നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ കഥ കേട്ടാറ്. ഈ ചൈനയിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് അവിടെ പറ്റിക്കപ്പെട്ട കഥകളും ഒരുപാട് ആളുകൾ. ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റ് ശരിക്കും ചൈനയിൽ നിന്ന് പുറത്ത് പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മാറ്റർ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് മുർഷി ബ്രോയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് ആക്ച്വലി ചൈനയിൽ പോയിട്ട് ഒരു ബിസിനസ് എടുക്കുക, അല്ലെങ്കിൽ ഇനീഷ്യൽ ടൈമിൽ ഞാൻ ഒരു സപ്ലയർ എടുത്ത് പോയിട്ട് പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവരെ ട്രസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ശരിക്കും അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായത്? കുറെ പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ ഞാൻ പറയാലോ, അഡ്നോക്കിന്റെ ഫസ്റ്റ് ഓർഡർ നമുക്ക് വലിയ ലോസ് അല്ല പെട്ടിട്ടുണ്ട്. ഫ്രീസ് വന്നു, അക്കൗണ്ട് ഫ്രീസ് വന്നു. നമുക്ക് അങ്ങനെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ഇസ് കോമൺ. ഒരു ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ട്, ട്രാൻസാക്ഷൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ അക്കൗണ്ട് ആ എമൗണ്ട് ഫ്രീസാ. ആ എമൗണ്ട് ഫ്രീസ് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, കുറേ പേരുണ്ട്, മലയാളീസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അവരെന്താ പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കാനൻ ഫെയറിന് വരും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അവർ ഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്യും, ഡോളറിലാവും, അവിടെ ചൈനീസിൽ ഫണ്ട് എത്തും, ഫണ്ട് അവിടെ ഫ്രീസ് ആവും, അവിടെ സ്റ്റോപ്പ് ചെയ്ത അവർ ബിസിനസ്. ക്രോർസ് അങ്ങനെ പോയവരുണ്ട്, 18 crores വരെ പോയവർ എനിക്കറിയാം. അപ്പോൾ നമ്മളിത് എനിക്കിതേപോലെ വന്ന് 27,000 RMB, ഓൾമോസ്റ്റ് 3 lakh എനിക്ക് ഇനീഷ്യൽ അഡ്നോക്കിൻ്റെ ഓർഡറിൽ എനിക്ക് ഫ്രീസ് വന്നു. 27,000 അവിടെ ഫ്രീസ് ആക്കി, വിത്തൗട്ട് ഒന്നും അറിയില്ല ചൈനീസ് ലാംഗ്വേജ്. അവിടെ ഈ കാൻറ്റോണീസ് മാത്രം പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ പോയിട്ട് എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. അതെന്താ എമൗണ്ട് ഫ്രീസ് ആക്കി, അവർ റീസൺ ഇല്ല, അവർ ജസ്റ്റ് പറഞ്ഞു ദിസ് എമൗണ്ട് ഈസ് സബ്ജക്ട് ടു ഗാംബ്ലിംഗ് ഓർ സംതിങ്, സോ വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ള രീതിക്ക് അങ്ങനെ വെച്ചു. ഒരു ലെറ്റർ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇതിന് എന്താ നമുക്ക് സൊല്യൂഷൻ എന്താ വെച്ചാൽ വി ഡോണ്ട് നോ, യുവർ മണി ഈസ് ഗോൺ, അതേ ഉള്ളൂ. അപ്പം ഞാൻ അതിന് എന്ത് ചെയ്തു, ഇതെങ്ങനെയെങ്കിലും സോൾവ് ആക്കണം. എന്റെ കയ്യിൽ ആരും പൈസ തരാനില്ല, ഈ പോയ പൈസ പോയതാ, നമുക്കാരും തരാനൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്തു. ഞാൻ അവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക്
ലോക്കൽ എൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് ഞാൻ അവരെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അങ്ങനെ വിളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങോട്ട് ഏത് ബാങ്കാണ് ഫ്രീസ് ചെയ്ത് അവരെ കൊണ്ട് വിളിപ്പിച്ചു. അങ്ങനെ വിളിപ്പിച്ച് എന്നിട്ട് ലാസ്റ്റ് ഒരു 4 to 5 months ഞാൻ അതിൻ്റെ ബാക്കിലായിരുന്നു. 6th month അവർ പറഞ്ഞു ഒരു പേപ്പർ ഉണ്ട്, അവിടെ ഒരു സൈബർ സെക്യൂരിറ്റി എന്നൊരു പേപ്പർ കൊടുന്ന് ഇതിന് ഈ അക്കൗണ്ടിന് ഒരു ഇഷ്യൂ ഇല്ല, ഫണ്ട് സേഫ് ആണെന്നുള്ളതിന് തെളിയിച്ചിട്ടുണ്ട്, സോഴ്സും കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങളെ എമൗണ്ട് റിലീസ് ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം ഇത് അത്രയും നടന്ന് എന്നിട്ട് 6 months സബ്മിറ്റ് ചെയ്തു. 1 week കൊണ്ട് എൻ്റെ ഫണ്ട് റിലീസായി. ഫണ്ട് അവിടെ ഫ്രീസ് ആയി. എനിക്കെന്താ അത് വേണം, ആ ഫണ്ടില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കൂല. നമുക്ക് അത് നമ്മൾ ആകെയുള്ള ആ ടൈമിലുള്ള നമ്മള് ടോട്ടൽ പ്രോഫിറ്റ് ആയിരുന്നത് അവിടെ ബ്ലോക്ക് ആയി. ഫണ്ട് ഫ്രീസിംഗ് അല്ലാതെ എപ്പോഴെങ്കിലും സപ്ലൈസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിലേ നടന്നുണ്ട്. ഇപ്പോ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഒരു ഓട്ടോമൊബൈലിന്റെ പാർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിന്റെ സപ്ലയർ നമ്മളെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു. അഡ്വാൻസ് ഞാൻ ഇവിടെ നാട്ടില നടക്കുന്ന അവരെ കയ്യിൽ നിന്ന് ഞാൻ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്ത് ഞാൻ പറഞ്ഞു 3 days കൊണ്ട് പ്രൊഡക്റ്റ് ഇരുന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് 4th day 5th day 2 weeks വരെ ഞാൻ വെയിറ്റ് ചെയ്തു. പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഞാൻ സംസാരിച്ചു വിളിച്ച് ഇതാക്കി. അപ്പോൾ ഹി വാസ് ലൈക്ക് ഡ്രങ്ക് ഔട്ട് ഓർ സംതിങ്. ഭയങ്കര മാനേഴ്സ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഫാക്ടറി വിസിറ്റ് ചെയ്തത്. നമ്മളെ മെയിൻ സ്പെഷ്യാലിറ്റി നമ്മൾ എല്ലാ ഫാക്ടറി പോയി നോക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാറുള്ളൂ. ഇതും അതേപോലെ ചെയ്തതാണ്. ബട്ട് 2 weeks കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ബ്ലോക്ക് ആക്കി പോയി. ക്യാഷും പോയി, ഇതും പോയി. അവർക്കറിയാം ഞാൻ ഇന്ത്യയിലാണെന്നുള്ളത്. ബ്ലോക്ക് മീ. അവൻ വിചാരിച്ചാൽ ഞാൻ ഞങ്ങളുടെ തിരിച്ചു വരില്ല എന്നുള്ളതാണ്. തിരിച്ചു വന്നാൽ നമുക്ക് ഈസിയാണ് ആ ഫണ്ട് റിട്രീവ് ചെയ്യാനുള്ളത്. ഞാൻ അവിടെ എനിക്ക് ഫാക്ടറി ലൊക്കേഷൻ അറിയാം. ഞാൻ അവിടെ പോകുന്നു. ആ ഫാക്ടറി ലോക്കൽ പോലീസിനെ കൊണ്ട് നമ്മൾ ഇടപെടൂല. ഭയങ്കര റിസ്ക്കിയാണ്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിന് അവിടെ അത്രയും അവർ സ്ട്രോങ് ആയിക്കാരം ആ ഒരു ഏരിയയിൽ ലോക്കൽസ് അല്ലേ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും, ഡയറക്റ്റ് പറയും ഇങ്ങനെയുണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ വീചാറ്റ്, വാട്സപ്പ് അവിടെ വർക്ക് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. നമുക്കവിടെ വീചാറ്റ് ഉണ്ട്. വീചാറ്റിൽ ഫുൾ ട്രാൻസാക്ഷൻ മൊത്തം ചാറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ അതിൽ തന്നെ. അപ്പം നമുക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. വീചാറ്റ് ത്രൂ അതാണ് ഫുള്ളി ആ ഒരു ചാനൽ. അത് ഫുള്ളി എപ്പോഴും അവർ സർവൈലൻസിലാണ് ആപ്പ്. അപ്പോൾ അതുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അവർ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഫണ്ട് റിലീസ് ആവും. പോലീസ് സപ്പോർട്ട് അല്ലേ, ഫോറിനേഴ്സിന് നല്ല സപ്പോർട്ടീവാ. ബട്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു ചൈനീസ് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നന്നായിരിക്കും. ഇപ്പോൾ ഒന്നുമല്ല, ഒരു ഫോറിനർ വന്നിട്ട് ഒന്ന് സംസാരിച്ചെങ്കിൽ അവർക്ക് മോസ്റ്റ് ഓഫ് ദി പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്കും ഇംഗ്ലീഷ് അറിയില്ല, പ്രോപ്പർലി അറിയില്ല അവർക്ക്. അപ്പോൾ കുറച്ചൊരു ചൈനീസ് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യണം. അവർ അത്രയും നല്ല സ്വഭാവമുള്ള ആൾക്കാർ വരില്ല. ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് ഇസ് മാറ്റർ ചെയ്ത്. ഒരു ബിസിനസ് ഇപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് കുറച്ച് ലാംഗ്വേജ് പഠിച്ചിട്ടെങ്കിലും അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഗ്രോത്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിലുണ്ടാവുക ചൈനീസ് പ്രൊഡക്ട്സ് പറഞ്ഞാൽ ചീപ്പാണ്, ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ പല ടൈപ്പ് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അഡ്നോക്കിനും എമിറേറ്റ്സിനൊക്കെ സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അറ്റ്മോസ്റ്റ് ക്വാളിറ്റി ഉള്ളതായിരിക്കണമല്ലോ. അപ്പോൾ ചൈനയിൽ ഇസ് ദർ എനി ലൈക്ക് സ്പെസിഫിക് ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫാക്ടറീസ് ഉണ്ടോ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും കിട്ടുന്നത്? അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ഇന്ത്യൻസ് നമ്മളവിടെ ചൈനയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ചീപ്പ് ക്വാളിറ്റി എന്ന് പറയും. അവരത് പറയുള്ളൂ. ഇന്ത്യൻസ് ഏത് കൺട്രി എന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഫാക്ടറി പോകണം, അവർ വയ്ക്കും ഓക്കെ ചീപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് അവർ അതിനതാ വരിക. അപ്പോൾ നമ്മൾ ചീപ്പ് ക്വാളിറ്റി അത് അവർ ലൈക്ക് ഇത്രയും കാലമായിട്ട് അവർ ഇതാക്കി വെച്ചിരിക്കുക മൈൻഡിൽ. അതാണ് ഇന്ത്യൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ബംഗ്ലാസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണ്ടത്, അവർ നല്ലതിലോട്ട് പോകില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാ ഫാക്ടറിയിലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് ക്വാളിറ്റി കുറക്കാൻ ഒരു പണിയില്ല. എല്ലാ റോ മെറ്റീരിയൽസും അവരുടെ കയ്യിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മളിത് ചൈന ക്വാളിറ്റി ലോ ക്വാളിറ്റി എന്നുള്ള നമ്മൾ വാങ്ങിക്കുന്ന ആൾ ലോ ക്വാളിറ്റി ചൂസ് ചെയ്യുന്നുള്ള അവിടെ പ്രശ്നം. അപ്പോൾ കുറച്ച് ക്യാഷ് കൂടുതൽ കൊടുത്താൽ നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ എത്ര പോലും കമ്പനി ഉണ്ട്. അതിന് ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ജർമ്മൻ പ്രൊഡക്ട്സ് തന്നെ ഇറക്കുന്നുണ്ടല്ലോ. അത് എനിക്ക് തന്നെ അറിഞ്ഞ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ബെറ്റർ ക്വാളിറ്റി നെയിംഡ് ഇൻ ജർമ്മൻ, ഇറ്റാലിയൻ പ്രൊഡക്റ്റ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. കുറെ വരുന്ന ചൈന. ഏറ്റവും ബെറ്റർ ക്വാളിറ്റി അവിടെ നിന്ന് ചൂസ് ചെയ്യാം, കൊണ്ടുവരിക എന്നുള്ളതാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി എന്നുള്ളതായിരിക്കും അവിടുത്തെ ടോപ്പ് എക്സ്പോർട്ട് ക്വാളിറ്റി. നമ്മളെ പ്രൈസ് ഇപ്പോൾ പറയാം ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറയും. അതാ പ്രശ്നം. എത്ര ബാർഗെയിൻ ചെയ്യുന്നോ അത്രയും ക്വാളിറ്റി ലോ ആവുക ചെയ്യുന്നത് അവിടെ. അപ്പോൾ മാക്സിമം അവർ പറഞ്ഞ പ്രൈസ് ക്വാളിറ്റി ഓൾവേസ് നമ്മൾ സാമ്പിൾ വാങ്ങിക്കുക. ആ സാമ്പിളിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയും നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഓൾവേസ് നമ്മൾ കമ്പയർ ചെയ്യാം. ഒന്നാണ് ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞ എമൗണ്ടിൽ ഞാൻ ഒരു സാമ്പിൾ വാങ്ങിക്കും ആദ്യം. പ്രൊഡക്ഷൻ മൊത്തം കഴിഞ്ഞ ശേഷം ഈ സാമ്പിളും അതിൻ്റെ ക്വാളിറ്റി ഒന്നാണെന്ന് നോക്കും. അവർ അങ്ങനെ കുറേ പറ്റിക്കലുണ്ട് അവിടെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ HDP
പൈപ്പ്, ഇപ്പോൾ വാട്ടർ ലൈൻ പൈപ്പൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ബ്രാൻഡ് നമ്മളത് തന്നെ മില്ലനർക്കിനാണ്ടിൽ തന്നെ. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് അത് ഫ്രം എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ അത് സാമ്പിൾ സാമ്പിൾ അവർ തന്നു. അതിൻ്റെ കോപ്പർ ക്വാളിറ്റി ഉണ്ട്. കോപ്പറൊക്കെ നല്ല തിക്കായിട്ടുള്ള ക്വാളിറ്റി, നല്ല പ്രോഡക്റ്റ്. പ്യൂരിഫയർ അല്ല, ഇത് നമ്മൾ പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്നത് ദുബായ് അബുദാബി ആ സൈറ്റിൽ. അപ്പോൾ അത് വാങ്ങിച്ച് സാമ്പിൾ വാങ്ങിച്ച് പിന്നെ അവർ പ്രൊഡക്ഷൻ കഴിഞ്ഞു, അവർ വെയർ ഹൗസിൽ അയച്ചു. വെയർ ഹൗസിൽ നിന്ന് ഒരു പീസ് എടുത്താണ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ലൈക്ക് അഡ്രസ്സ് ജസ്റ്റ് 2 hours ഫ്രം ദ അവർ എനിക്ക് അയച്ചു തന്നു. ക്വാളിറ്റി എൻ്റയർലി ഡിഫറെൻറ്റ്, പക്ക ലോ ക്വാളിറ്റി സാധനം ഉണ്ടാക്കിയത്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദുബായിൽ എത്തിയിട്ട് കസ്റ്റമർ സൈഡിൽ നിന്ന് ഫീഡ്ബാക്ക് ഇട്ട് ഒരിക്കലും ആ കസ്റ്റമറെ നമുക്ക് പിന്നെ ഓർഡർ ചെയ്യില്ല. എന്നിട്ട് ആ പ്രോഡക്റ്റ് നമ്മൾ ഫുള്ളി റിവേഴ്സ് അടുപ്പിച്ചിട്ട് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിച്ച് ഒരു എമൗണ്ട് പോലെ നമ്മൾ പിന്നെ പേ ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു മിസ്റ്റേക്ക് അവർ നമ്മൾ ചീറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുണ്ട്. സോ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബേബി ക്ലോത്തിങ് മെറ്റീരിയൽ, ബേബി ക്ലോത്തിങ് എന്നല്ല ബേബി പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് സോഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കുക. അറ്റ്മോസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. ഞാൻ ഏത് വേയിൽ കൂടെ പോകുന്നതായിരിക്കും നല്ലത്? ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഫാക്ടറീസിലേക്ക് എങ്ങനെ ഞാൻ എത്തുക? ഇപ്പോൾ ലൈക്ക് ട്രഡീഷണൽ ആയിട്ട് നമുക്കൊരു സിസ്റ്റം ഉള്ളത് ചൈന എന്നാണെന്നുണ്ടെങ്കിൽ അലിബാബ, അല്ലാതെ അത് സിസ്റ്റം അതങ്ങനെ ഫോളോ ചെയ്യുന്ന, ഞാൻ പറയാ ഒരിക്കലും അത് നെഗറ്റീവ് പറയല്ല. അത് അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല ബിസിനസ് ആക്കി എടുക്കല്ല, ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യുവർ റിക്വയർമെന്റ്സ് ആർ ജെനുവിൻ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങൾ ടീം അത് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇവരെ പേയ്മെന്റ് ഇനി വേറെ ഉണ്ടാവും, അങ്ങനെ ഞങ്ങൾ ആ സെയിൽ ഓക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നിങ്ങൾക്ക് ലൈക്ക് വി വിൽ ടോക്ക് ആൻഡ് ഡിസ്കസ് അബൌട്ട് ദ പ്രോഫിറ്റ് ആൻഡ് എവറിത്തിങ് ആൻഡ് വി വിൽ ഗോ ടു ദി, അല്ലാതെ എക്സ്ട്രാ സർവീസ് ചാർജോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഈടാക്കുന്നത്. ബെറ്റർ സർവീസ് നമ്മൾ കൊടുക്കുക ചൈനയിൽ നിന്നുള്ള. അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ഇപ്പോൾ നമ്മൾ ഫാക്ടറി ചൂസ് ചെയ്യണം. ഇപ്പോൾ അധികം കസ്റ്റമേഴ്സും ഇപ്പോൾ ഞാനിപ്പോൾ ചൈനയ്ക്ക് പോവാം, അപ്പോൾ ഇതിൻ്റെ കൂടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എൻ്റെ കൂടെ അവർ ഫസ്റ്റ് ടൈം വരുന്നവരാ. അവർ വരുന്ന ഇപ്പോൾ ഒരു 3 ഏരിയക്കുള്ള ക്ലയൻസാണ് വരുന്നത്. ആ 3 പേരെയും ഞാൻ എന്താ പറയുക, ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്യും, 3 പേർക്ക് ഹോട്ടൽ അറേഞ്ച് ചെയ്യും, 3 പേർക്കും ഒരു ഇറ്റിനറി പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. നമുക്ക് അവർ 3 പേര് നോക്കാൻ സ്പെസിഫിക്കലി ഇന്നൊരു ഏരിയയിലേക്ക് മാത്രമായിട്ട് വരുന്ന ആളുകളാണ്. അതെ. അവർ ബിസിനസ് ഏരിയക്ക് ഒരു ഫാബ്രിക്കിന് വരുന്ന ഒരാളുണ്ട്, ഇതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിന് ഒരു ആർക്കിടെക്ട് വരുന്നുണ്ട്. ഇവർക്കൊക്കെ 3 ഏരിയയൊക്കെ പോകേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് അറിയുന്നവരുണ്ട്, അവർ ഞാൻ ആക്കി കൊടുക്കും. വെച്ചാൽ മലയാളീസ് തന്നെ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും. അവർക്ക് മൊത്തം ഇറ്റിനറി പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഇന്ന ഫാക്ടറിയിൽ ഈ സമയത്ത് പോകണം, അത് കഴിയണം. അവർ ലാസ്റ്റ് പറയും എനിക്ക് 2 days ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കറങ്ങണം, 5 days പ്ലാൻ ആക്കി. അപ്പം മൊത്തം നമ്മൾ പ്രിപ്പയർ ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാം, ഫുള്ളി സാറ്റിസ്ഫൈഡ്. വന്ന കാര്യം നടത്തും എന്നുള്ളത് നമുക്കൊരു അഷ്വർ ചെയ്തുകൊണ്ട് തിരിച്ചുവിടുക. അതേപോലെ നാട്ടിലുള്ള പല ആളുകളും ഈ കാൻഡൺ ഫെയറിനെ പറ്റി മാത്രമായിരിക്കും അവെയർ ആയിട്ടുണ്ടാവുക. പക്ഷെ വേറെയും ഒരുപാട് ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് മുർഷിദിന്റെ അറിവ്? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഇപ്പോൾ ഒരു സമയം, നെക്സ്റ്റ് മന്ത് കാൻഡൺ ഫെയർ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 3-4 years ആയിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും കാൻഡൺ ഫെയർ. പോകാത്ത ആൾക്കാരില്ല, ഇല്ല, എല്ലാവരും ട്രാവൽസ് ആണെങ്കിലും പാക്കേജ് ഒരു പാക്കേജ്, ടൂറിസ്റ്റ് പാക്കേജ് 2 times ആണ് പറഞ്ഞത്. ആ മെയ് ആ ഒരു സമയത്തുണ്ട്, പിന്നെ പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് ഡയറക്റ്റ് അങ്ങോട്ട് എൻട്രി കിട്ടുക കാര്യങ്ങളൊക്കെ കിട്ടാൻ പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിനോടൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാൻഡൺ ഫെയറിന് പോവരുത്, അവിടെ പ്രൈസ് കൂടുതലാണ്. പിന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ സ്പെസിഫിക് ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ പോയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. ബിഗിനേഴ്സിന് ഒരിക്കലും അത് മനസ്സിലാവില്ല. അവർക്ക് കാൻഡൺ ഫെയർ ആണ് ചൈനീസ് മാർക്കറ്റ്. കാൻഡൺ ഫെയർ ഒരിക്കലും എന്താ പറയുക, ഞാൻ 4 to 5 times കാൻഡൺ ഫെയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 times അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ഓൾവേസ് ഫോക്കസ് ചെയ്ത് എനിക്കതിന് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് സാധനം കിട്ടുന്നുണ്ട്. ഇവിടേക്ക് വന്നിട്ട് ഞാൻ പ്രൈസ്, ഞാൻ എടുക്കുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഞാൻ ആദ്യം ഇവിടെ കമ്പയർ ചെയ്ത് നോക്കി, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹൈ പ്രൈസാണ് വരുന്നത്. പിന്നെ അവരോട് നമ്മൾ ചോദിക്കേണ്ട കാര്യം, അവരോട് ചോദിക്കുക ഫാക്ടറി എവിടെയാണെന്ന് ചോദിക്കുക. ഫാക്ടറി ഞാൻ ഫസ്റ്റത്തെ കാൻഡൺ ഫെയർ കഴിഞ്ഞിട്ട് അതിൽ 3 ഫാക്ടറീസ് ഞാൻ വിസിറ്റ് ചെയ്തു. ഈ 3 പേരും ട്രേഡേഴ്സാണ്. ഒറിജിനൽ ഫാക്ടറിയിൽ നിന്ന് ഫാക്ടറി ഓണേഴ്സ് അല്ല, അവരെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്താണ് സ്റ്റോൾ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരേക്ക് പ്രൊഡക്റ്റ് എടുത്തിട്ട് വന്നിട്ട് സ്റ്റോൾ ഇടുക ചെയ്യുന്നത്. നമുക്കിങ്ങനെ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാക്ടറിക്ക് പോകുന്ന ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. കാൻഡൺ ഫെയർ കഴിയാൻ പോകാന്നല്ലേ. ഞാൻ ഫാക്ടറിക്ക് പോയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ പിക്ക് ചെയ്യാൻ വന്നത് ഇയാൾ വന്നിട്ട് അവിടെ പോയപ്പോൾ അവിടെ വേറൊരു ബോസ്. ഈ ബോസ് അവർ തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് മനസ്സിലാക്കുക പറ്റും നമുക്ക്. അത് നമ്മൾ ലാംഗ്വേജ് അല്ല, ലോക്കൽ ചൈന അവർ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാകാൻ. അപ്പോൾ അവർ നമ്മൾ പ്രൈസ് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇയാൾ നോക്കിയിട്ട് ഒരു പ്രൈസ് നമുക്ക് എന്താ ഇവർക്കൊരു ഐഡിയ ഇല്ല. അവരാണ് ഫാക്ടറി ഡയറക്ടർ ഓണേഴ്സ്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഞാൻ
ട്രൈ ചെയ്ത് നോക്കിയതാ. നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ അത് തന്നെ മോസ്റ്റ് ഓഫ് ദം ആർ ട്രേഡേഴ്സ്. പിന്നെ വരും എങ്ങനെ അവർ ഫാക്ടറീസിന് എന്താ വെച്ചാൽ ഈ ചൈനീസ് ഫാക്ടറീസിന് ഇതിന് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറീസ് തന്നെ അവർക്ക് കസ്റ്റമേഴ്സ് ഓൾറെഡി 2 ഇയേഴ്സിനുള്ള പ്രോഡക്റ്റ് ഓൾറെഡി അവർക്ക് ഓർഡേർഡ് ആണ്. അവർക്ക് ഈ ഒരു ഫെയറിന് വരേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല. ആര് വരും ഇപ്പോൾ ഒരു 1 to 2 ഇയർ ആയിട്ട് പുതിയ കമ്പനി തുടങ്ങി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേഡേഴ്സ് അവർക്ക് എന്താ ഞങ്ങൾ എന്തെങ്കിലും ഒരു സെയിൽ വേണം, ഇവർ ഫോറിനേഴ്സ് വരുന്നവരേക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളത് ആ ഒരു രീതിക്കുള്ള ഒരു അങ്ങനെയുള്ളവരാണ് ആ ഒരു ഇതിന് വരിക. പിന്നെ നമ്മൾ ഈ പോകുന്നവർക്ക് എന്താ ഇത് പിന്നെ വേറെ ടൈപ്പ് ആൾക്കാരുണ്ടോ. ഇപ്പോൾ നമ്മളെ കയ്യിൽ പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു AI വെച്ചിട്ട് ഞങ്ങൾ റോബോട്ട് ഉണ്ടാക്കി. ആ റോബോട്ട് നമുക്ക് അവിടെ വേൾഡ് അറിയണം, വേൾഡ് നോ ദേ വിൽ കം ദർ ആൻഡ് ഒരു സ്റ്റോൾ ഇടും. അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഫാക്ടറി തരും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ ബാഗാണ് എന്താണെന്നുണ്ടെങ്കിലും അവിടെ വരികയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരിക എടുക്കുക. നമ്മൾ ലാർജ് സ്കെയിലാണ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടപ്പാണ് നല്ല രീതിയിൽ നമ്മളൊരു പ്രോഫിറ്റ് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഫെയർസിനല്ല പോകേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വേറെ ഫെയർസിനെ കുറിച്ച് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ ക്യാൻഡൻ ഫെയർ കൂടാതെ ചൈനയിൽ 1 ഇയർ ഓൾമോസ്റ്റ് ഒരു 200 to 300 ഫെയർസ് നടക്കുന്നുണ്ട്. ഇത് ഈ മലയാളീസ് എന്താ പറയുക, എല്ലാവരും വരുന്നത് ക്യാൻഡൻ ഫെയറിനാണ്. ക്യാൻഡൻ ഫെയർ ഫോക്കസ് ഓൾവേസ് ക്യാൻഡൻ ഫെയർ. ദേ ഡോണ്ട് നോ അപ്പുറത്ത് നടക്കണമെന്ന് അവർക്ക് അറിയില്ല. ഈ ക്യാൻഡൻ ഫെയറിന് വരുന്ന ഒരു 4 ദിവസത്തെ പാക്കേജിന് വരുന്ന ഒരു 2 days അവരെന്താ പറയുക, അവർ ഇങ്ങനെ പാക്കേജിങ് ഇങ്ങനെ ഫസ്റ്റ് 3 days ക്യാൻഡൻ ഫെയർ, 2 days ഷോപ്പിംഗ് ടൂർ പോലെ പിന്നെ വരിക, അത് കഴിയുക പോവാ. ഒരു പാക്കേജായിട്ട് അങ്ങനെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഞാൻ പറഞ്ഞില്ല 200 to 300 ഫെയർസ് വേറെ നടക്കുന്നുണ്ട്. ഈ ഫെയർസിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഓൾമോസ്റ്റ് ഈ ഒരു ഇയർ 2024 മിഡ് ടു 2025 മിഡ് വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 ഇയറിലായിട്ടുള്ളൂ, 1.5 ഇയറിലായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഫെയർസ്, ചെറിയ ഫെയർസ് എല്ലാ പ്രൊഡക്റ്റിനോട് ഫെയർസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ പോഡ്കാസ്റ്റിന്റെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് ക്യാമറ അങ്ങനെയുള്ള ഐറ്റംസിന് മാത്രമായിട്ടൊരു ഫെയർ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാച്ച് നോക്കുകയാണെങ്കിൽ വാച്ച് മെറ്റീരിയൽസിന് ഒരു ഫെയർ ഉണ്ട്. വാച്ച് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ലൈക്ക് ഐറ്റംസിന് മാത്രമായിട്ട്, മെഷീനറീസിന് മാത്രമായിട്ട് ഫെയർ ഉണ്ട്. സ്പെക്ടക്കിൾസ്, ഫാബ്രിക്, എല്ലാത്തിനും പെർട്ടിക്കുലർ ഫെയർസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു നീഷിലുള്ള ഫെയറിലേക്ക് അറ്റൻഡ് ചെയ്യണമെന്നാണെങ്കിൽ അവരെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുക? ആദ്യം ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിയണം സ്പെസിഫിക്കലി. അപ്പോൾ ഞങ്ങൾ മില്യനാർക്ക് ഞങ്ങൾ കമ്പനിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാ ഫെയറിനെ കുറിച്ച് അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്താണ് ബിസിനസ് ചെയ്യുന്നത്, ആ ഫെയർ എപ്പോഴാണ് ചൈനയിൽ നടക്കാൻ പോകുന്നത്, അതിന് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി തരും. ആ ഫെയറിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു VIP എൻട്രി ഉണ്ടാക്കി തരും. ഒരു 2 days അവിടെ നമ്മൾ ഒരു പാക്കേജ് എന്ന രീതിയിലല്ല, നിങ്ങളെ ബിസിനസ് അവിടെ ബെസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എത്തിച്ചേരും. ആ ഒരു ഫെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫാക്ടറീസ് മാത്രമേ ആ ഫെയറിന് വരുള്ളൂ. ആ ഒരു ഫാക്ടറീസ് ഒരു ജോയിൻ, അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ഈ JCI പോലുള്ളൊരു കമ്പനി അവർ മീറ്റ് നടക്കുകയാണ്. അതേപോലെ അവർ ഇയർലി മീറ്റിംഗ് അവരൊരു എക്സ്പോ ഇട്ട് വെക്കുകയാണ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ ഏരിയ ഇപ്പോൾ ഡിസ്പ്ലേ, ഞാൻ ലാസ്റ്റ് മന്ത് പോയതാണ് ഡിസ്പ്ലേ, എല്ലാ ഡിസ്പ്ലേ, ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ, ഔട്ട്ഡോർ ഡിസ്പ്ലേസ് ഉണ്ടാവും, മറ്റേ ലാപ്ടോപ്പ് ഐപാഡിന്റെ ഡിസ്പ്ലേസ് മൊത്തം, ഡിസ്പ്ലേന്റെ ജയൻസ് മൊത്തം ആ ഒരു ഫെയറിലുണ്ടാവും. സോ നമുക്ക് ചൈനയിൽ ഫേമസ് ആയിട്ടുള്ള വേറെ ഏതൊക്കെ ഫെയർസ് ആണ് ഉള്ളത്? ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഫെയർസ് അവിടെ ഉണ്ട്. അത് നമ്മളെന്താ അത് അറിയപ്പെടുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഫെയറിനും പോകണമെന്നില്ല. അവിടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. നമ്മളെ നോർത്ത് ഇന്ത്യൻസ് അവിടെ വരുന്നുണ്ട്. അവർ എല്ലാ ഇയറും അവർ വരുന്നുണ്ട്. ഇപ്പം മേജർ ഇന്ത്യൻ റീറ്റെയിലേഴ്സ് ബ്രാൻഡായിട്ടുള്ള കുറേ ബ്രാൻഡ് പേര് പറഞ്ഞില്ല, അവരുടെയൊക്കെ ആൾക്കാർ മാർക്കറ്റിംഗ് ടീം അവിടെ ഉണ്ട്. അപ്പോൾ ഉള്ളവർ അവിടെ അവരവരെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വേറെയുള്ളവർക്ക് എല്ലാവർക്കും ക്യാൻഡൻ ഫെയർ ആണ് ഫെയർ. ബാക്കിയുള്ളവരെന്താ ആ ഫെയറിൽ എത്തിപ്പെടില്ല. പക്ഷെ നമ്മളെ ടാർഗറ്റ് എന്താ, ബാക്കിയുള്ള എല്ലാ ഫെയർസും. ഇപ്പോൾ നിങ്ങളെ ബിസിനസ് ഏതാണ്, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്, ഒരു പെന്നിൻ്റെ ഒരു ബിസിനസ് ആവട്ടെ, അവിടെ പെൻ ഇൻഡസ്ട്രി, സ്റ്റേഷനറി ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ടൊരു ഫെയർ നടക്കും. എല്ലാ നവംബർ മന്തിലും അവിടെ ഫെയർ നടക്കുന്നുണ്ട്. ആ ഫെയറിന് നിങ്ങൾ ആ ബിസിനസ് റണ്ണിങ് അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറേ പേർക്കൊന്നും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല. 1 or 2 പേഴ്സൺസ് നമ്മളെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യുന്നതിൽ നമുക്ക് നിങ്ങൾ ജെനുവിൻ ആണ്, നിങ്ങൾ ബിസിനസ് ആ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഇൻഫർമേഷൻ, ഫുൾ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ട് നിങ്ങൾ അത് ആ ഒരു എത്തിക്കും. ഒരു VIP നമുക്കൊരു എൻട്രി, നമുക്ക് അവിടെ എൻട്രി പാസും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് നമ്മളവിടെ ആ ഫെയറിന് നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആ ഒരു ഫെയറിനും പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് എല്ലാവരും, ചൈനയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. അവരായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ എന്താണ് ഡെവലപ്ഡ് പ്രൊഡക്റ്റ്, എന്താണ് പുതിയ മാർക്കറ്റ്, എന്താണ് കാര്യങ്ങളൊക്കെ 2 days അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങളെ അസിസ്റ്റൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സോഴ്സ് നിങ്ങൾക്ക് ഈസിലി ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഫുൾ ഐഡിയ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻഡൻ ഫെയർ പോയി വരുന്നവർ എനിക്കറിയുന്നതാണ് കുറേ പേര്.
എന്തൊക്കെ കിട്ടി. നമ്മളവിടെ ചൈന കണ്ട്, ഫെയർ കണ്ട്, കുറച്ച് എന്താ പറയുക, അവിടുന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു, അത് വാങ്ങിച്ച് കഴിഞ്ഞു വന്ന് ആ 2 lakh അല്ലെങ്കിൽ 1.5 lakh അതവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് അവർക്ക് അവിടെ ഗെയിൻ ചെയ്യും, ഒരു ടാർഗറ്റ് ആയിട്ട് പോയുള്ളവർ ഗെയിൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഓൾറെഡി റണ്ണിങ് ഉണ്ട്, പുതിയ പ്രോഡക്റ്റ് വാങ്ങിക്കണം, പോവാൻ വാങ്ങിക്കാൻ വരാം. നിങ്ങൾ ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ഓരോ സമയത്തും ഫെയർസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. നമ്മൾ അപ്ഡേറ്റ്സ് തരും, ഫെയർ എങ്ങനെ നടക്കുന്നു, എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണുള്ളത്, ഏതൊക്കെ ഡേറ്റ്സ് ആണുള്ളത്, ഫുൾ ഇൻഫർമേഷൻ. ഇപ്പോൾ എക്സ്ട്രീം ക്ലൈമറ്റിലുള്ള സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഈ ക്ലോത്ത് നമ്മൾ എടുത്തിട്ട് വരണം, അവിടെ ഏതാണ്. നമുക്ക് ചൈന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്തേൺ ചൈന -40 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്ന സ്ഥലങ്ങളുണ്ട്, ബെയ്ജിങ്ങിന്റെ മുകളിലോട്ട്. മിഡിൽ ചൈന -10 to -17 വരെ പോകുന്നു. ലോവർ ഗ്വാങ്സോ ഏരിയ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഡിഗ്രി, ഒരു 1 to 10 ഡിഗ്രി പോകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ എല്ലാതും നമ്മൾ ഓരോ ഏരിയക്ക് അനുസരിച്ചായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതും ഫുൾ അവർക്ക് ഒരു നിങ്ങൾ വരിക, കാര്യങ്ങൾ കഴിയുക, ബിസിനസ് നമ്മൾ പിന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത് തരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട, ജസ്റ്റ് വരിക, നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഇതുവരെയൊക്കെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളവിടെ മാക്സിമം നിങ്ങളുടെ ബിസിനസ് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കും. സോ ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാ ഡീറ്റെയിലും ഷെയർ ചെയ്യും. എന്നിട്ട് സ്പെസിഫിക്കലി ഓരോന്നിന് വേണ്ടിയിട്ടുള്ള ഫെയർസ് പങ്കെടുക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരും. കൂടുതലും ഈ ക്യാൻ ഫെയർ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അതും പങ്കെടുക്കാം. റിക്വയർമെന്റ് നമ്മൾ ഒരിക്കലും ക്യാൻ ഫെയറിനെ ഡിമോട്ട് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ബെറ്റർ ഫെയർസ് ഉണ്ട്. സ്പെസിഫിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്, അല്ല വെറുതെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ക്യാൻ ഫെയർ ഓർ ജസ്റ്റ് കം ആൻഡ് ഗോ. നേരത്തെ ശ്രീരാഗ് സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരുപാട് യങ് ആയിട്ടുള്ള ക്രൗഡ് വൈസപ്പ് കാണുന്ന ആളുകളുണ്ട്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കെയിലിംഗ് അപ്പ് പൊസിഷനിലേക്കൊക്കെ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് നമ്മളിവിടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്, ഇന്ത്യ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുർഷിദിൻ്റെ എക്സ്പീരിയൻസ് ബെസ്റ്റ് കാറ്റഗറീസ് അറ്റ് പ്രസൻറ്റ് എന്തൊക്കെയായിരിക്കും? പ്രൊഡക്റ്റ് എവറി ഇയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാർക്കറ്റ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഇയർ വരെ ഇപ്പോൾ നമുക്കറിയാം ബേബി കെയർ പ്രോഡക്ട്സ് നല്ലോണം ട്രെൻഡിങ് ആയി കളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ പ്രഗ്നൻസി കിറ്റ്സ്, പിന്നെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് ബേബിക്ക് കൊടുക്കേണ്ട ഐറ്റം, അങ്ങനെ ഒരു കിറ്റായിട്ട് ആ ഒരു സിസ്റ്റം, പ്രഗ്നൻസി കിറ്റ്, അങ്ങനത്തെ ആ ഒരു മേഖല ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ സിറ്റീസിലും ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസിനുള്ള ഡ്രസ്സിന് മാത്രമായിട്ടുള്ള ഷോപ്പുകൾ, ഇപ്പോൾ ബേബി സ്മോൾ പ്രീമിയം പ്രോഡക്ട്സ് മാത്രമായിട്ടുള്ള ഷോപ്പുകൾ ആയി. ഇനിയിപ്പോൾ കറന്റ്ലി വരാൻ പോണത്, അതിന് മുമ്പുള്ള മാർക്കറ്റ് എന്തായിരുന്നു? ഫോൺ കേസസ് കുറേ അതൊന്നും കളിച്ചു, ഫോൺ കേസസ്, ടാബ്ലറ്റ് കേസസ്, അങ്ങനെ അതായിട്ട് കളിച്ചു. ഇപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോണ പ്രോഡക്ട്സ് വി കാൺ പ്രെഡിക്റ്റ് എനിത്തിങ് ഇൻ ദിസ്, വി കാൺ പ്രെഡിക്റ്റ് എനിത്തിങ്. ലൈക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ, നത്തിങ് ക്യാൻ ബി പ്രെഡിക്റ്റഡ് ഇൻ ദിസ്. സ്പെസിഫിക്കലി ഇപ്പോൾ നിങ്ങൾ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ മാർജിൻ കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ കാർ ആക്സസറീസിലേക്ക് പോകാനുള്ള റീസണും അവിടെ മാർജിൻ കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട്. അങ്ങനെ മാർജിൻ അത്യാവശ്യമുള്ള ഒരു 2x അല്ലെ 3x മാർജിനുള്ള വേറെ എന്തൊക്കെ വേർട്ടിക്കൽസ് ആയി ഫ്രം യുവർ എക്സ്പീരിയൻസ്? ബിൽഡിംഗ് മെറ്റീരിയൽസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ്, ഇവിടെ കൊടുക്കുന്ന ഓരോ ചെറിയ ഐറ്റംസ് എത്ര 499 സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ്, അല്ല 1000 എന്നുള്ള പ്രോഡക്ട്സ്, ഇതൊക്കെ വെച്ചാൽ നല്ല മാർക്കറ്റാണ്. അവിടെ കസ്റ്റം ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു ആർക്കിടെക്റ്റ് ആണ്, അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേർണിച്ചർ ബിസിനസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ഇപ്പോൾ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നാട്ടിൽ നോക്കിയപ്പോൾ ഒരു വീട് ചെയ്യുന്ന ആള്, ഇപ്പോൾ എനിക്കെന്നെ അറിയാം, ആർക്കിടെക്ട്സ് നേരെ ചൈനയ്ക്ക് വരാം, ഇവിടുന്ന് പറഞ്ഞാൽ നേരെ ചൈനയ്ക്ക് വരാം, അവര് പ്രൊഡക്റ്റ് എടുക്കുക, അവര് വീടിന്റെ പ്ലാൻ ആക്കുക, പ്രൊഡക്റ്റ് എടുക്കുക, നേരെ പോരാ. പ്രോഫിറ്റബിൾ ആണ്, നല്ല ബെറ്റർ ക്വാളിറ്റി, പുതിയ മോഡൽസ് കിട്ടും, നല്ല പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ള ഒരു ഇതിലോട്ട് മാറി എല്ലാവരും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 year 2 years ആയിട്ട് നിങ്ങൾ ഇതിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പോർട്ട് ബിസിനസ്സിൽ ഇപ്പോൾ ചൈനയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പം വലിയ രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സോഴ്സ് ചെയ്യാനൊക്കെ ചൈന ചൂസ് ചെയ്താൽ അവർക്ക് ഇതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ്, അതുപോലെ പോർട്ട് ഓപ്പറേഷൻസ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കും. ആരാണെന്നുണ്ടെങ്കിലും ക്യാനൻ ഫെയറിൻ്റെ കേസ് എടുക്കാം. ക്യാനൻ ഫെയർ വരുന്നു, അവർ പ്രൊഡക്റ്റ് കാണുന്നു, കോണ്ടാക്ട് വാങ്ങിക്കുന്നു, പോരുന്നു. അതെങ്ങനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ല. ലോജിസ്റ്റിക്സ് കമ്പനീസ് കുറേ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് എന്താ, ഇതെങ്ങനെ പ്രോസസ്, എങ്ങനെ ഡെലിവറി എങ്ങനെ ചെയ്ത് കൊടുക്കുക, ചെറിയ പ്രൊഡക്റ്റ് ആരെങ്കിലും എടുക്കോ, ഇപ്പോൾ നമുക്കൊരു 100 പീസ് ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കോ. ഞങ്ങളെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു, ഇപ്പോൾ നിങ്ങളത്തെ ഒരു
ഓക്കെ ഒരു 1000 പീസ് ആയിക്കോട്ടെ, 500 പീസ് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വീക്ക്ലി 2 വീക്സ് കൂടുമ്പോൾ കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഇന്ത്യ കണ്ടെയ്നേഴ്സ് ഉണ്ട്. നിങ്ങൾ പ്രൊഡക്റ്റ് അവിടെ ഓർഡർ ചെയ്തോളൂ, നിങ്ങൾ പേ ചെയ്തോളൂ, ഞങ്ങൾ വെയർ ഹൗസിൻ്റെ അഡ്രസ്സ് ഫാക്ടറിക്ക് അയച്ചു കൊടുക്കും, അവർ ഞങ്ങൾ വെയർ ഹൗസിക്ക് പ്രൊഡക്റ്റ് എത്തിച്ചേരും. ചൈന അത് ഞാൻ മാനേജ് ചെയ്തു, അവിടെ ചെയ്യില്ല. അവർ നമ്മളെ ഫാക്ടറിക്ക് അയച്ചു തരും, നമ്മളെ മാർക്ക് ഇട്ടിട്ട് അവർ നമ്മളെ അത് ചെറിയ പ്രൊഡക്റ്റ് ആവട്ടെ, എത്ര ക്വാണ്ടിറ്റി എന്നുള്ളതല്ല. പ്രൊഡക്റ്റ് വെച്ചാൽ ബാൻ ലിസ്റ്റുള്ള പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ, എല്ലാതും പറ്റുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്ത പ്രൊഡക്ട്സ് ഉണ്ട്, ബാൻ ചെയ്യാത്ത ബ്ലാക്ക് ലിസ്റ്റഡ് അല്ലാത്തത് ആയതുള്ളത്. അപ്പോൾ അല്ലാത്ത പ്രൊഡക്ട്സ് ആണ് നമ്മൾ ആദ്യം പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ചോദിക്കും, മെറ്റീരിയൽ ചോദിക്കും, ഈ സ്റ്റീലിനത്, പിന്നെ അതേപോലെ കുറേ ഈ ടയേഴ്സ്, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ബാൻ ലിസ്റ്റിലുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് പ്രൊഡക്റ്റ് ഓക്കെയാണ്, നിങ്ങൾ ഓക്കെ നിങ്ങൾ വാങ്ങിച്ചോളൂ, ഞങ്ങളെ വെയർ ഹൗസ്ക്ക് അയച്ചോളൂ എന്ന് വരും, നേരെ സെൻഡ് ചെയ്യും. ഞങ്ങൾ ഡയറക്റ്റ് ഫാക്ടറി എടുത്ത് കോൺടാക്ട് ചെയ്യും, നിങ്ങൾ പേ ചെയ്ത് ഫുള്ളി നിങ്ങൾ തന്നെ പേ ചെയ്യും. ഞങ്ങൾ വെയർ ഹൗസ്ക്ക് എത്തും, വെയർ ഹൗസിൽ നിന്ന് ഞങ്ങൾ 1.5 വീക്ക് കൂടുമ്പോൾ ഞങ്ങൾക്ക് ലോഡിംഗ് ഉണ്ടാവും. ഞങ്ങൾ 30 ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടെയ്നർ അടുത്ത ലൈനർ എന്ന് പറയും, വെസൽ എന്ന് പറയും. അപ്പോൾ കണ്ടെയ്നർ വെസലിൽ ലോഡ് ചെയ്യും. ഈ വെസൽ ഓരോ ലൈക്ക് 5 to 10 ഡേയ്സിൽ വെസൽസ് ഉണ്ടാവും. അപ്പോൾ ഒരു വെസലിൽ ഓൾമോസ്റ്റ് 1000 സംതിങ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയിലോട്ട് വരുന്ന പോർട്ട് ചെന്നൈക്ക് വരുന്ന വെസൽസ് ഉണ്ടാവും, മുംബൈക്ക് വരുന്നത് ഉണ്ടാവും. അപ്പോൾ ഏത് വെസലാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്, നമുക്ക് ഈ പ്രൊഡക്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, ആ വെസലിൽ നമ്മൾ ആ വെസലിൽ നമ്മൾ കണ്ടെയ്നർ കയറ്റും. എന്നിട്ട് നമ്മൾ ഫുൾ ട്രാക്കിങ് നമ്മൾ കസ്റ്റമർ അറിയിക്കും. എന്നിട്ട് 20-25 കണ്ടെയ്നറിൽ കയറിയിട്ടുണ്ടെങ്കിൽ 25 to 30 ഡേയ്സിൽ നമ്മൾ ഇവിടെ എത്തും, ഇവിടെ പോർട്ടിലെത്തുന്നു. പോർട്ടിൽ നമ്മൾ ക്ലിയറൻസിന് വെയിറ്റ് ചെയ്യാം. ക്ലിയറൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസ് ഇവിടെ ലൈക്ക് ഇന്ത്യൻ സിസ്റ്റം ഇറ്റ്സ് റിയലി ലൈക്ക് ഹെക്ടിക്. വി ഹാവ് ടു വെയിറ്റ് ഫോർ ഓൾമോസ്റ്റ് 4 to 5 days. അപ്പോൾ കമ്പയറിങ് നമ്മളിപ്പോൾ ദുബായ്ക്ക് GCC കൺട്രീസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ദുബായിലെത്തുന്നു, പോർട്ടിലെത്തുന്നു, ഉച്ചക്കത്തെ ഈവനിങ് ക്ലിയറൻസ് ഡൺ, എവറിത്തിങ് ഡൺ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 4 to 5 days, മിനിമം 4 to 5 days. അതിലിപ്പോൾ എന്തെങ്കിലും ബിഹൈൻഡ് ദ ടേബിൾ കൊടുക്കേണ്ട പരിപാടി ഉണ്ടോ? അല്ല, അത് പ്രൊഡക്റ്റിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, അണ്ടർ ടേബിൾസ് സംഭവങ്ങളൊന്നും അങ്ങനത്തെ പ്രൊഡക്റ്റ് സിനിമകളിൽ മാത്രം അങ്ങനത്തെ ആൾക്കാരെല്ലാവരും ഉള്ളതാണ്. അപ്പോൾ സാധനം വരുന്ന അവിടെ ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഹാഫ് ഡേ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ലൈക്ക് 3 to 4 days അത് കഴിയും. അതിലിപ്പോൾ ഒരു ഗുഡ്സ് അപ്പോൾ സ്കാനറും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ, ഒരു ഗുഡിന് അപ്പോൾ ലൈക്ക് റാൻഡം 200 കണ്ടെയ്നറിൽ എന്തായാലും ഒരു 10 കണ്ടെയ്നർ അവർ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന കണ്ടെയ്നറിൽ എന്തെങ്കിലും ഒരു ഗുഡ്സ് ഇല്ലീഗലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ കണ്ടെയ്നർ വിൽ ബി സീസ് ഫുൾ. ലൈക്ക് അൺസർട്ടനിറ്റി അവിടെ വരും, അവിടെ സീസ് ആവും. അപ്പം നമ്മുടെ ഓരോ കണ്ടെയ്നർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് എല്ലാ പ്രൊഡക്റ്റും നോക്കിയിട്ട് എടുക്കുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഒരു 100 അല്ലെങ്കിൽ 1000 ഒരു പെന്നാണ്, അല്ലെങ്കിൽ 1000 കാറിൻ്റെ ഒരു പാർട്ടാണ്, അതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അത് കറക്റ്റ് നോക്കും. ആ ബോക്സിൻ്റെ സൈസ് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, നിങ്ങൾ കസ്റ്റമർ ജെന്യുവൻ ആണോ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് തന്നെ കുറേ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ സിഗരറ്റ്സ് ഒക്കെ വെച്ചിട്ട് അയച്ചവർ കുറേ പേരുണ്ട്. പ്രൊഡക്റ്റിന്റെ കൂടെ സിഗരറ്റ്സ് വെക്കും. കസ്റ്റംസ് പൊക്കിയിട്ടുണ്ടെങ്കിൽ ഓൾ കണ്ടെയ്നർ ഈസ് അണ്ടർ ലൈക്ക് സീസ്ഡാ. അവരെന്താ ചെറിയൊരു ഏരിയ അല്ലേന്ന് പറഞ്ഞിട്ട് അത് വെക്കും. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതാ. അങ്ങനെയുള്ള കുറേ പ്രൊഡക്ട്സ് ലൈക്ക് ഇല്ലീഗൽ ഗുഡ്സ് അങ്ങനെ വെച്ചിട്ട് കുറേ ആൾ പെട്ടതുണ്ട്. എത്ര കണ്ടെയ്നർ കുടുങ്ങിയതുണ്ട്. ഇപ്പോൾ ഫാബ്രിക്കിന്റെ വോൾ കണ്ടെയ്നറിന്റെ ഒരു മൂലക്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇതേപോലുള്ള അൺവാണ്ടഡ് ടോയ്സ്, അങ്ങനെ ടോയ്സ് വെച്ചിട്ട് ഫുള്ളി സീസ്ഡ്. ഓൾമോസ്റ്റ് ലൈക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു എൻ്റയർ കണ്ടെയ്നർ എടുക്കുന്നതാണെന്നുള്ളതെന്നാണ് പറഞ്ഞത്. കണ്ടെയ്നർ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പല ആൾക്കാരെ ഗുഡ്സ്, ഇപ്പോൾ 10 പേരെ ഗുഡ്സ് നമ്മൾ കമ്പനി ആയിട്ട് കണ്ടെയ്നർ എടുക്കണം. അല്ല, അങ്ങനെ എടുത്താൽ ഈ ഒരു ഇഷ്യൂ വരില്ലേ? ഇഷ്യൂ വരും. അതിന് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കിയിട്ട് എന്താ പറയുക, ആൾക്കാർക്ക് എത്തണം, കെയർഫുൾ ആയിട്ട് നമ്മൾ പക്ക കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു. ഇത് കെയർഫുൾ അല്ലാതെ ചെയ്യുന്നവരുണ്ട്. എന്നുവെച്ചാൽ കണ്ടെയ്നർ ഇവിടെ എത്തട്ടെ പോട്ടായി, കുടുങ്ങണമെങ്കിൽ കുടുങ്ങട്ടെ എന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ കെയർഫുള്ളി നോക്കിയിട്ട്. ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഇവിടെ എത്തുന്നില്ലല്ലോ, നോക്കാതെ എടുക്കണോണ്ടാണ് അങ്ങനത്തെ പ്രൊഡക്ട്സ് എത്തുന്നത് തന്നെ. ഇപ്പോൾ ഈ സിഗരറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, അവൈലബിളാ, ചൈന പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ എത്തുന്നതുകൊണ്ടാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളെ ശ്രദ്ധിക്കുന്നു. ഇപ്പം എപ്പോഴും ചൈന ഇന്ത്യ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറേ നാളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അമേരിക്ക ഒന്ന് വലിഞ്ഞപ്പോൾ ഇപ്പോൾ ചൈന നമ്മളെല്ലാവരും പിന്നെയും ഫ്രണ്ട്സ് ആവുന്ന ഒരു സെനാരിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊക്കെ ബിസിനസ്സിനെയും ബാധിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥ ഈ ഇന്ത്യ ചൈന ഇഷ്യൂ ഉള്ളത് കൊണ്ട് നിലനിൽക്കുന്നില്ല. അപ്പോൾ അത് ബിസിനസ്സിനെ, പ്രത്യേകിച്ച് ഇമ്പോർട്ട് ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കില്ലേ? ഇപ്പോൾ ഒരു ആഫ്റ്റർ 7 years ആണ് PM ചൈനയിലോട്ട് എത്തിയിട്ടുള്ളത്. 2017-18 ശേഷം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എവറി ബിസിനസ് പേഴ്സൺ അവർ ഇതൊരു ഓപ്പർച്യൂണിറ്റി, ഓക്കെ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പോൾ എല്ലാ മന്തും അല്ലെങ്കിൽ ഓരോ 6 months കുറേ ഗുഡ്സ് ഇന്ത്യയിലോട്ട് ബാൻ ചെയ്യുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കാം, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ സംഭവം. അതുകൊണ്ട് പുറത്തുനിന്ന് ഇറക്കുന്നത് നമ്മൾ കുറക്കുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് കുറേ ബിസിനസ്സിന് അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫോക്കസ് ഇപ്പോൾ എന്താ, അങ്ങനെ ബിസിനസ് നേർക്കൊക്കെ എന്താ, ഓക്കെ ഈ മീറ്റിങ്ങിലൊക്കെ റെഡിയാവും, ഇന്ത്യ ചൈനയിലെ ട്രേഡ് റിലേഷൻസ് ഒന്നും കൂടെ ഒന്ന്
സ്ട്രോങ് ആവും. കുറേ പ്രൊഡക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായി ചെയ്ത് ഇപ്പോൾ ഒന്നുമില്ലാതെ കടക്കണിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്താ പെട്ടെന്നൊരു ദിവസം വെച്ചാണ്ട് ഒരു പ്രൊഡക്റ്റ് ബാൻ ലിസ്റ്റിൽ വരാം, ബ്ലാക്ക് ലിസ്റ്റഡ് ഗുഡ്സിൽ വരാം. ഇപ്പോൾ ടയേഴ്സ് കാര്യങ്ങൾ കുറേ ഗുഡ്സ് ഉണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി വേണ്ട, അങ്ങനെ ടോയ്സ് വേണ്ട. പിന്നെ ഫാബ്രിക്, കോട്ടൺ ഫാബ്രിക് എന്നുള്ളത് ഒരു 1% പോലും കോട്ടൺ ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്നുവെച്ചാൽ കോട്ടൺ മെയ്ഡ് ഇൻ ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊഡക്ട്സ് എന്താ പറയുക അവർ ബാൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നോക്കാം, നമുക്ക് ഇപ്പം ഇത് കഴിഞ്ഞു, ഒരു ഗുഡ് ഫ്രണ്ട്ലി മീറ്റിംഗ് ആണ് എന്നുള്ള ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഫോറത്തിൻ്റെ ഭാഗമായിട്ട് PM അവിടെ എത്തിയതാണ്. ബട്ട് കുറേ ഗുഡ് തിങ്സ് ഇപ്പോൾ കുറേ ടോക്കിംഗ് ഇപ്പോൾ ഞങ്ങളെ ബിസിനസ് മേഖലയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പേഴ്സണൽ മീറ്റിംഗ്സ് ഒക്കെ കുറേ അക്യൂപഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊക്കെ ധാരണയിലെത്തിയിട്ടുണ്ട്. അക്യൂപഞ്ചർ, പിന്നെ കപ്പിങ് കാര്യങ്ങളൊക്കെ, അതിൽ അഡ്വാൻസ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ, മെഡിക്കൽ അത് പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടുന്ന് ബിസിനസ് ഒന്ന് ഒരു മ്യൂച്വൽ ഇതിലോട്ട് വരുന്നുള്ളതിൽ ബെസ്റ്റ്. നേരത്തെ നമ്മൾ ഷിപ്പിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആഫ്റ്റർ സെയിൽസ്, അത് ഈ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയിൽ? അപ്പോൾ ഞങ്ങളുടെ തന്നെ ബ്രാൻഡാണ് ലെക്സോറ പ്രീമിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പാർട്സ് ഞങ്ങൾ GCC ഇവിടേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ നമ്മൾ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനീസ് അതൊക്കെ. ഞങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത്. ആ ഒരു ബ്രാൻഡ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ട്. അനിയനാണ് ഹാൻഡിൽ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും ഹാൻഡിൽ ചെയ്യാൻ ഓരോ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഓരോ ബ്രാൻഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ഡ്രാസ്റ്റിക്കലി ജയന്റ് ബ്രാൻഡ്സ് ആണെന്നല്ല, വി ആർ ഗ്രോയിങ്, വി വിൽ ഗ്രോ. ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, വിഷൻ ഉണ്ട്. ഇതേപോലെ പോകണമെന്നുണ്ടെങ്കിൽ വി വിൽ ഗ്രോ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ലെക്സോറ പ്രീമിയത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു നിങ്ങൾ പ്രീമിയം കാർഡ് എടുത്ത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങളെ കസ്റ്റമറാണ്, നിങ്ങൾക്ക് ഷോപ്പുണ്ട്, നിങ്ങളുടെ ഷോപ്പിൽ കുറേ കാർസ് വരുന്നുണ്ട്, വർക്ക്ഷോപ്പ് ലൈക്ക് അപ്ഗ്രേഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുവരേക്ക് നിങ്ങൾ എടുത്തിരുന്നത് ദുബായ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡൽഹി അല്ലാന്നുണ്ടെങ്കിൽ മുംബൈ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങളെ നിന്ന് എടുക്കാൻ ഞങ്ങൾക്ക് എന്താ തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആഫ്റ്റർ സെയിൽ ലൈക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അതിനൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോട് അവിടെ പോയി ചോദിക്കുക, മുംബൈ ഡൽഹി പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നോ ലൈക്ക് അവിടെ ചീപ്പായിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് ആയിരിക്കും. ഞങ്ങൾ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വന്നു, ഹെഡ്ലൈറ്റ് ആണ് മെയിൻ, ഹെഡ്ലൈറ്റ് ടൈൽ ലൈറ്റ് അല്ലാതെ ക്വാളിറ്റി ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബ്രേക്ക് ദ തിങ്. ജസ്റ്റ് ഒരു ഹാമർ എടുക്കുക, പൊട്ടിക്കുക, ഞങ്ങൾ പുതിയ പ്രൊഡക്റ്റ് അയച്ചു തരാം. അത് ഞങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ഡെലിവറിയിൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ പ്രൊഡക്റ്റ് അയച്ചു തരും. ഇത് പൊട്ടിച്ചിട്ട് അതിന്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ അയച്ചു തരാം. അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആണെന്ന് വേറെ ഇപ്പോൾ വർക്കിംഗ് ഇഷ്യൂ, ഇപ്പോൾ ഈ കാറിൻ്റെ ഒക്കെയാണ്, ഇപ്പോൾ ഒരു ചില പാർട്ടൊന്നും സപ്പോർട്ട് ആവാത്ത ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചൈനയിൽ ടീമുണ്ട്. ഇപ്പോൾ നമുക്ക് FRMൽ കണക്ട് ചെയ്യാം, പ്രോഗ്രാമബിൾ ആണല്ലോ ഈ പ്രീമിയം കാർസൊക്കെ. ഞങ്ങൾ ഇവിടുന്ന് കണക്ട് ചെയ്യും, ലോക്കലി ആയിട്ടുള്ള ആരെങ്കിലും അടുത്ത് ഇവിടെ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ടീം വ്യൂവർക്ക് കണക്ട് ചെയ്താണ്ട് അവർക്ക് ആക്സസ്, ചൈനയിലുള്ളവർക്ക് ആക്സസ് കൊടുക്കും, അവരത് പ്രോഗ്രാം ചെയ്ത് തരും. അത് ഈ രീതിയിൽ നമ്മൾ ജെന്യുവനാണ്. ഇപ്പോൾ ഒരു 6 മന്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ കംപ്ലയിൻ്റ് അങ്ങനെ കംപ്ലയിൻ്റ് ആണ് അതല്ല, നമ്മളിപ്പോൾ പ്രോപ്പർ നമ്മുടെ സൈഡിൽ ഇങ്ങനെ കംപ്ലയിൻ്റ്. ചില പ്രൊഡക്ട്സ് നമ്മൾ 1 year വാറണ്ടി റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ആഫ്റ്റർ സെയിൽസ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സ് കുറേ കസ്റ്റമേഴ്സിന് കിട്ടുന്നത്, എല്ലാ കസ്റ്റമേഴ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്. സോ മുർഷിദ്, ഇപ്പോൾ മില്യനാർക്ക് എന്നുള്ള മെയിൻ നിങ്ങളുടെ പാരന്റ് കമ്പനീൻ്റെ അണ്ടറിലാണ് ലെക്സോറ ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതിൽ തന്നെ പ്രീമിയം കാറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹൗ ഡു യു സീ യുവർ കമ്പനി വിത്തിൻ ദ നെക്സ്റ്റ് 3-5 years? എങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാനൊക്കെ? എന്താണ് മൈൻഡിലുള്ളത്? ഇപ്പം മൈൻഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് ഇപ്പോൾ ലെക്സോറ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, മന്ത്ലി ടാർഗറ്റ് ഉണ്ട്, വലിയ എമൗണ്ട് അല്ല, ഒരു ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ ടാർഗറ്റ് ഞങ്ങൾ ഗ്രോയിങ് ഫേസിലാണ്. 2 years 2027 ഞങ്ങൾ ഗ്രോത്ത് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ എക്സ്പാൻഷൻ ആഫ്റ്റർ 27 വി ഹാവ് ടു എക്സ്പാൻഡ്. ഞങ്ങൾ ആ ഒരു വിഷയം എക്സ്പാൻഷൻ വേറെ ലൈക്ക് ഇൻ സ്റ്റോർസ് ആയിട്ട് ബിഗർ വെയർ ഹൗസസ് കാര്യങ്ങളൊക്കെ കൂടെ ആയിക്കാണ്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം 0 ലൈക്ക് നത്തിങ് കംപ്ലീറ്റ്ലി 0 ഫ്രം പോക്കറ്റ് മണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 2027 ഞങ്ങളെ വിഷനാണ്. 27 കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് വെയർ ഹൗസസ് വേണം, ഞങ്ങൾക്ക് ലൈക്ക് ഓഫീസസ് വേണം, ഞങ്ങളുടേതായിട്ടുള്ള എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാ ബ്രാൻഡ്സും ഞങ്ങളത് ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ ഓരോ ബ്രാൻഡും നോക്കി നടത്തുന്നത് നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇതിൽ ഒരാളും ലൈക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി എക്സ്പാൻഷൻ നമുക്ക് എന്താ ഇതിൽ ആ ഒരു 27 എത്തുമ്പോൾ നമ്മളതിൽ കിട്ടിയ എമൗണ്ട് കൊണ്ട് ലൈക്ക് നമ്മളതിൽ എക്സ്പാൻഷനായിട്ട് മാറ്റി വെച്ച എമൗണ്ട് കൊണ്ട് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യും. സൗദി പോലുള്ള കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയുള്ളോട്ടൊക്കെ ഞങ്ങൾക്ക് മെല്ലെ ലോജിസ്റ്റിക്സ്, പിന്നെ സപ്ലൈ, പിന്നെ ഇ-കൊമേഴ്സ് സപ്ലൈ. ഇപ്പോൾ ഇ-കൊമേഴ്സുമായിട്ട്
ഇ കൊമേഴ്സിൻ്റെ കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ചെയ്യുന്നവർ ഇപ്പോൾ അവിടെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ തന്നെ അവരെടുക്കുന്ന എന്താ അവർ അവിടെ ലോക്കലി ഒന്നെങ്കിൽ എടുക്കും അല്ലെങ്കിൽ അലിബാബ അങ്ങനെ അല്ലേ. അപ്പം ഞങ്ങളത് ചെയ്ത് കൊടുക്കും. അതൊരു ലൈക്ക് ഇപ്പോൾ ഒരു 10 പേര് സെയിം പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ 5 പേര് സെയിം പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾ സോഴ്സ് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മൾക്ക് സർവീസ് കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് പ്ലാൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ പിന്നെ ഡോക്ടർ പഠിത്തവും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഗോയിങ് ഓൺ ലൈക്ക് MBBS ആ ഡിഗ്രി ഇവിടുത്തെ ഇത് കഴിഞ്ഞു. ഇപ്പം ഞാൻ അവിടെ PG റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതും അവിടെ തന്നെയാണ്? അവിടെ തന്നെ ഓങ്കോളജിയിൽ ക്യാൻസർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സൂപ്പർ. ഇറ്റ്സ് ഗോയിങ് ലൈക്ക് ഹാവ് ടു മൂവ് ഓൺ, ഡെവലപ്പ് ചെയ്തിങ്ങനെ രണ്ടും കൂടി കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നോർമലി ഇപ്പോൾ എക്സ്പോർട്ടിങ് നടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നെങ്കിൽ കാർഗോ വഴിയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ. അതല്ലാതെ ചൈനയിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് ഏതൊക്കെ തരത്തിൽ പോസിബിൾ ആണ് നമുക്ക്? നാട്ടിലോട്ടല്ല, ഇപ്പോൾ യൂറോപ്യൻ കൺട്രി അല്ലാന്നുണ്ടെങ്കിൽ അറബ് കൺട്രി, ടർക്കി, മൊറോക്കോ അങ്ങനെ പോലുള്ള കൺട്രീസിൽ, റഷ്യയിലേക്കൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ? ഈ സിൽക്ക് റൂട്ട് കൺട്രീസ്, ആ കൺട്രീസ് ഇപ്പോൾ ഒരു ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, സിൽക്ക് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ചൈനയിൽ നിന്ന് ട്രെയിൻ വഴി നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസ്ക്കും ഇങ്ങനെ ബാക്കി ആ സിൽക്ക് റൂട്ട് സിൽക്ക് റൂട്ട് കൺട്രീസിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൽ അറബ് കൺട്രീസ് ഉണ്ട്, ലൈക്ക് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, എല്ലായിടത്തും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫുൾ കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറോപ്പിലോട്ട് ബൈ സീ എത്താൻ എടുക്കുന്ന സമയം 45 days, ബൈ എയർ എത്താൻ എടുക്കുന്ന ഡേയ്സ് 10 to 15 days കാർഗോ. അപ്പോൾ എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് EMS, FedEx ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 45 days. അത് ലൈക്ക് അൺബിലീവബിൾ പ്രൈസസ് ആണ്. അവർ അത്രയും പ്രൈസസ് ആണ് അവർ അത് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് അല്ലാതെ 45 days എന്ന് വെച്ചാൽ വളരെ കുറേ ഡേ ആണ്, കുറഞ്ഞ പൈസയോളും. എയർ എന്ന് വെച്ചാൽ പ്രൈസ് കൂടുതലാണ് പക്ഷേ കുറച്ച് ഡേയ്സ്. ഇതിൻ്റെ നടുവിൽ എന്ന് വെച്ചാൽ 20 days കൊണ്ട് ട്രെയിൻ വഴി എന്നുവെച്ചാൽ മിഡിൽ ഓഫ് ദിസ് പ്രൈസ് എന്നുവെച്ചാൽ എയറിൻ്റെ അത്ര ആവുന്നില്ല, എന്നുവെച്ചാൽ സീ റൂട്ടിനേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ട്രെയിൻ എത്തിക്കാൻ പറ്റും. സിൽക്ക് റൂട്ട് ത്രൂ നമുക്ക് ട്രെയിൻ വഴി എത്തിക്കാൻ പറ്റും. അതിൻ്റെ റിക്വയർമെൻറ്റ് വെച്ചാൽ ഇങ്ങൊരു ഫുൾ കണ്ടെയ്നർ അതേ നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാക്കിംഗ് പ്രൊഡക്ട്സ്, ഇപ്പോൾ കാറിൻ്റെ മെക്കാനിക്കൽ പാർട്സ്, ഫുൾ കണ്ടെയ്നറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിൽക്ക് റൂട്ട് ത്രൂ നമ്മൾ പ്രിഫർ ചെയ്യും. അതിന് ഇഷ്ടംപോലെ കമ്പനീസ് അവിടെ കറൻ്റ്ലി അപ്കമിങ് ആണ്, നല്ല അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എവറി ഇയർ ഈ സിൽക്ക് റൂട്ട് ലൈക്ക് മീറ്റിംഗ്സ്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്സിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര. നമ്മളെ ഒരു ഫ്രണ്ടിന് ഒരു വെയറബിളിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്. പുള്ളി ഡ്രോപ്പ് ഷിപ്പ് ചെയ്തിട്ട് US സെല് ചെയ്യുന്നത്, വാച്ചാണ്. അപ്പോൾ പുള്ളി ഈ അടുത്ത കാലത്തായിട്ട് അവിടെ മാനുഫാക്ചറിങ് ഹബ്ബ് പോയ സമയത്ത് ഒരു ലൊക്കേഷൻ്റെ പേര് പറഞ്ഞത് വിട്ടുപോയി. അപ്പോൾ അവിടെ നിന്നാണ് അത്ര നമ്മളെ നാട്ടിലുള്ള നോയ്സിൻ്റെയും ഫിറ്റ്ബിറ്റിൻ്റെയും എല്ലാ ടീമും അവിടെ നിന്നാണ് അത്ര മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് വെച്ചാൽ ഓരോ സ്പെസിഫിക് സാധനങ്ങൾക്കും സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. ആ ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് അതിനനുസരിച്ചുള്ള ഫാക്ടറീസ് ഉള്ളതും ക്വാളിറ്റി വൈസ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതൊക്കെ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസും പ്ലേസസും എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇവർ പറയണ്ടാവുക ഗോങ്സോയിലുള്ള ഷെൻസനിലാണ് ഈ ഷെൻസനിൽ ഈ വാച്ച് ഇൻഡസ്ട്രി, ഈ വാച്ച് മാനുഫാക്ചേഴ്സ് അവർക്ക് അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ വേറെ മാർക്കറ്റ്, ഇപ്പോൾ ഈവോ മാർക്കറ്റ് ആൻഡ് ഗോങ്സോ മാർക്കറ്റാണ് മെയിൻ മാർക്കറ്റ് എന്നാണ് ലൈക്ക് ഒരു ടോട്ടൽ പോലെ അറിയപ്പെടുന്നത്. പക്ഷേ ഷെൻസൻക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാച്ച് നിങ്ങൾക്ക് വാച്ചിനായിട്ടുള്ള മാർക്കറ്റാണ്. വാച്ച് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യുക. ഇപ്പോൾ മേജർ ഇന്ത്യൻ ബ്രാൻഡ്സ് കുറേ ഉണ്ട് അവിടെ. പറഞ്ഞ പോലെ ഫിറ്റ്ബിറ്റ്, അതുപോലെ തന്നെ കുറേ ബ്രാൻഡ്സ് അവിടുന്ന് അവർ തന്നെ അവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് വരുന്ന ബ്രാൻഡ്സ് പറയുന്നുണ്ട്. ഈ ബോട്ട് പോലെയുള്ള ബ്രാൻഡ്സൊക്കെ ലൈക്ക് ഇറ്റ്സ് ചൈനീസ് ബ്രാൻഡ്സ്, അവരവിടുന്ന് റീബ്രാൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഫൊഷാൻ ആണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹിബൈ എന്നാണെന്നുണ്ടെങ്കിൽ ബാഗ് സിറ്റി, ബാഗ്സ് വേൾഡ് ബാഗ് മൊത്തം അവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിൽ നിംബോ, ഈവോ സ്മോൾ കമ്മോഡിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിംബോ വരുന്നുണ്ട്. പിന്നെ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഹാങ്ജോ, അങ്ങനെ പല സിറ്റീസ്. ഇപ്പോൾ യാങ്ജോ എന്ന് പറഞ്ഞ സിറ്റിയാണ്. ഇപ്പോൾ ഈവൻ യാങ്ജോ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ലീവ് ചെയ്യുന്ന സിറ്റിയാണ്. ആ സിറ്റീസ് ഫേമസ് ഫോർ ലൈക്ക് ബാത്റൂം ടോയ്ലറ്ററീസ് അല്ലേ, ലൈക്ക് റീസൈക്കിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് കിട്ടുന്ന ടോയ്ലറ്ററീസിന് മാത്രമായിട്ടുള്ള സിറ്റിയാണ്. ആ സിറ്റിയിൽ നിന്നാണ് ഇതും പോകുന്നത്. അവിടെ വന്നിട്ട് കാര്യമുള്ളൂ എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ബൾക്കായിട്ട് 1 lakh പ്രോഡക്ട്സ് എടുക്കണമെങ്കിൽ അവിടെ വന്നിട്ട് കാര്യമുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അറിയാൻ പറ്റും ഏത് പ്രോഡക്റ്റ് എവിടെ നിന്നാണ് വരുന്നത്. അവിടെ പോയിട്ട് ലൈക്ക് അത് മാത്രമല്ല, അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് ഒരിക്കലും ഫാക്ടറീസ് കാണാൻ പറ്റില്ല. അവിടെ പോയിട്ട് നമ്മൾ എല്ലാതും എൻക്ലോസ്ഡ് ആണ്. അവിടേക്ക് എൻട്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈച്ച് ആൻഡ് എവരി ഫാക്ടറീസ് ഒന്നെങ്കിൽ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് മെൻഷൻ ചെയ്താൽ മതി ഇങ്ങനെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട ഫാക്ടറീസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഫാക്ടറീസ് ജെന്യുവൻ ആണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അതിനെ ലിങ്ക് ചെയ്ത് തരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺടർപ്രണേഴ്സ്, പുതിയതായിട്ട് വരുന്ന ഒരുപാട് ഓൺടർപ്രണേഴ്സ് എൻ്റർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇ കൊമേഴ്സ്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വയ്ക്കുന്ന ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഒരു
ചുരുങ്ങിയ കാലം കൊണ്ട് ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് കൊണ്ട്. പക്ഷെ അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചൊരു ടൈം കൂടെ ഉണ്ട്. ഇതൊന്നും എല്ലാവരും കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാപ്പിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു വീക്ക് കൊണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തും, പിന്നെ അത് സെല് ചെയ്താൽ മതി എന്നൊക്കെയാണ് തോട്ട് പോകുന്നത്. പക്ഷെ അതിനുള്ളിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ് എന്നുള്ളത് ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മളെ ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് നമുക്ക് നേരത്തെ നമ്മൾ ഇനീഷ്യലി സൂചിപ്പിച്ച പോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഒരു ചെറിയൊരു യങ് ഏജിൽ ഡോക്ടറാണ് ഓൾറെഡി ആൻഡ് യു ആർ ഡൂയിങ് ബിസിനസ്, ഒരു പാർട്ട് ടൈം ആയിട്ട് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലഷർ ടോക്കിംഗ് ടു യു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലേൺ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.